ദൈവത്തിന് മഹത്വം. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം, 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 മഹത്വം. രാജാതിരാജാവിന് മഹത്വം, 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 മഹത്വം. കർത്താതി കർത്താവിന് മഹത്വം, മഹത്വം, മഹത്വം. അത്ഭുതങ്ങളുടെ ദൈവത്തിന് മഹത്വം, വീരനാൻ ദൈവത്തിന് മഹത്വം. ഹാലേലുയാ. സ്തോത്രം, 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 സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാപ്തിക്കും, ജയമെടുത്ത് പ്രാപ്തിക്കും, ജയമെടുത്ത് പ്രാപ്തിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാപ്തിക്കാണ്. ഹല്ലേലൂയ. അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവേ, സമാധാന പ്രഭുവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ആത്മാവിനാലും ജയമെടുക്കുന്നു. 4 ദിക്കളെ സൃഷ്ടിച്ച ദൈവമേ, അത് അതിരിട്ട ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. പൈശാചിക മണ്ഡലങ്ങളിൽ ജയം തന്ന ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉലകം നിന്നെ വാഴ്ത്തുമല്ലോ കർത്താവെ. സകല ലോകരും ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ മുഴങ്കാൽ മടങ്ങും. സകല നാവും നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വചനങ്ങൾക്ക് മാറ്റമില്ല. നീ തന്നെ സത്യദൈവം, നീ തന്നെ നിത്യദൈവം. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ എന്ന് പറഞ്ഞവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ മഹത്വം വിഗ്രഹങ്ങൾക്കും നിന്റെ സ്തുതിദേവന്മാർക്കും നീ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ രക്ഷകൻ, ലോകത്തിന്റെ ഹല്ലേലൂയ പാപഭാരം ചുമന്നവൻ, 5 വൻകരകളെയും സ്നേഹിക്കുന്നവൻ, ജാതി മതഭേദ വ്യത്യാസം കൂടാതെ എല്ലാവരെയും പ്രഭാതം മുതൽ പ്രദോഷം വരെ വിളിക്കുന്നവൻ. ഹല്ലേലൂയ. തങ്കലേകാഗ്ര ചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തൻ ബലവാനെന്ന് കാണിക്കേണ്ട ഭൂമിയിലോട് അങ്ങടെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവം. യേശുവെന്ന നാമം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കർത്താവേ, ഇന്നത്തെ പകൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങളെ കരുതിയ കൃപയ്ക്കായി സ്തോത്രം. ഈ സന്ധ്യായാമം തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ആരോഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. ബലം തന്ന കൃപയ്ക്കായി സ്തോത്രം. ശക്തി തന്ന കൃപയ്ക്കായി സ്തോത്രം. ആയുസിനെ ദൈർഘ്യമാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ആപത്തുകളും അനർത്ഥങ്ങളും വിടുവിച്ച കൃപകൾക്കായി സ്തോത്രം. പിന്നെയും ഭയഭക്തിയോട് നിന്നെ സ്തുതിപ്പാനും ഭയത്തോട് സേവിപ്പാൻ, വിറിയിലോട് ഘോഷിപ്പാൻ, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ, പുത്രനെ ചുംബിപ്പാൻ, ക്ഷണത്തിൽ ജ്വലിക്കുന്ന കോപത്തിൽ വിടുതൽ പ്രാപിക്കേണ്ടത്, അങ്ങന്റെ ചിറകിൻ കീഴിൽ വസിപ്പാൻ, അത്തിന്റെ മറവിൽ വസിപ്പാൻ ഞങ്ങളെ ഒരുക്കിയെടുക്കേണ്ടത്, പിന്നെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനമായ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അർക്കല സോക്കര ബെസ്തലോസ് ബി കഡാരിയ റേബ റേബ ബൗഷെ ഷൊട്ടോര റിൽ ബൗസ് സിൻബോസ് ബി കസ്പരാസിയ ഡഗത ഡഗതം ബൗഷ ഹോട്ടോ ജൂട്ടാ ബൽക്കര ബടികം സിക്കോൽ ബസോരി ബഹസ അംദോരി ദലബൽ ബൽ ബരബെച്ചെ ബെച്ചെ ബൗട്ട ഹൽക്കോര സിക്കോരി ബഖടിയ അജോ ജൂട്ടോ ലേഗോ ലോഗോ സബ്ദേ ഹസ്പെക്കെ സോറി കലബടകം ബൗഷ റേഗ റേഗ ദൂര ഹസ്പി കസ്പ കസ്പ കോറോ ജൂട്ട തരാസ്പി ലബോസ് ബൗഷ്യ പൈശാചിക മണ്ഡലങ്ങൾ ഉട്ടേട്ട്, അന്ധകാരക്കെട്ടുകൾ പൊട്ടട്ടെ, അന്യദേവ ശക്തികൾ തകരട്ടെ, തകരട്ടെ, ദുഷ്ടവ്യാപാര ബലങ്ങൾ ഉട്ടേട്ട്, ദുഷ്ടശക്തികൾ യേശുവിന്റെ നാമത്തിൽ അർക്കൽ ലൂഡ ജൂഡ റേഖ സേഗോ ചോടം ധേരം ധേരം വിക്കോസിക്കല ബന്ധല ബിൽബര വിച്ചല ഭൗഷ കോടം കോടം ദൂരം തർബ മസ്ത ദൂത മന്ദേ ഹസ്തം ദോരിക ദോരിക ഭേദി ബന്ധൽ ബൗട്ടൽ ഷൂട്ടർ രേഖ സേകം അഗതല ബിതല ബിന്ദല ബിൽബര ബിൽബര വിച്ചല കൗഷർ റൂബല ബടികല ബസ്തല ബീബല ബന്ധൽ ഹൽക്കല ലോടിയ 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 തൽക്കേ സോകിര ബെഞ്ചല ബൗഡ റൂപ സംതര ബെസ്തത്ത വിന്ദല ബിന്ദര ബൗഡീകൽപ്പം ബോഷോഡൂക്കല ഡവരം തൗരം അസ്പികാസ്വര കൗടിയ എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ ഹല്ലേലൂയ നേർവാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ, ഉടയട്ടെ, ഉടയട്ടെ. ഇരുട്ടിന്റെ ശക്തിയിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശ്വാസിക്കുന്നു. ദുഷ്ടവ്യാപാര ബലത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശ്വാസിക്കുന്നു. ഭൂമിയിൽ ബന്ധിച്ച സ്വർഗത്തിൽ ബന്ധിക്കപ്പെടുക, നിങ്ങൾ ഭൂമിയിൽ അഴിച്ച സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. വചനത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെ വാക്യത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുക. റോക്കൊല ഭക്ഷല 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 ബൗട്ടേറി ബലബടകം ബൗഡം ജൂപം ധേരം ധേരം ബിന്ദോരിന്തല ബിന്ദല ബൗഷ ഷോട്ടോറി കലബടിയം സൗദാമാസ് പെക്കോസിക ബൗഡ ചൂടം റേബേ ബെലിക ദൂരം തൗഡ് അന്തർക്കടകല ബടികല ബട്ട ഷോട്ടോറി കലബടിയം ബൗഡം ഓറോ കോട്ടി ബൗഡ ചൂടം ധീരം ധീരം തങ്കലഹക്ഷം കൗഡല ഘടകം 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 ദൂരോ ദൂരം അന്തസ്താരം ബെത്തല ബെത്തല ഭൗഷേഷോട്ട റീബാചൂടം ബർബാലൂക്കം കാരാചൂടം കേരാചൂട് അസ്താചൂടം അന്താചൂടം തേരാചൂടം ദൂരാചൂടം അസ്തേചൂടം അന്തേചൂട തർഗ തർഗ ദൂതഹസ്ത തേരബിസ്ത ബേഗബിസ്ത ബിന്ദബിസ്ത ബോലബിസ്ത സൗദബിസ്ത ഹൽക്കബിസ്ത പൗഷബിസ്ത പേരബിസ്ത പെദ പെദ പെതി ബെന്തോലോ ഷോറു കാലേക്കലലഗിടിയം പൗഷം ഷോഡോ ബിസ്തലബിലിയം തൗഡം ജൂരോറു കലബടിയം തൗലം ബിസ്പോറി കലബലിയം പൗ അന്തർത്താകല ദോകില ദോകില ബെന്തില ബിന്ദല പൗഷേ ഷോട്ടല ബടിക സാബര ബെന്തില പൗഷ ഷോട്ടോറി കലകലകം ബലമം ദൂരം മർദ്യമോസോ ജൂഡം തേരം തേര തീകല ഗൗഡം മൽക്കി ജൂഡം കട്ടക്കട അൽക്കോരി കലബടിയം പൗഷം ഓട്ടോറിയ റസലിയ ബെന്തോലിയ ബെക്കോലിയ സീകലിയ ബെഥോലിയ ജൂഡലിയ ബെലോലിയ ലോട്ടിയ ലഗിയ അഗദം പഗദം ദൂതം തരം ചൂടം വർഗം സോകം മസ്തം തേരം തേരം ബീതല ബെന്തല ബിൽബര പിച്ചല ഗൗഡ
പൗഷോ ഷൂട്ടർ റേഡിയം തരം ദൂലക്കൽക്കിര അർക്കോ രേക്കെ 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 പൗഷേ ഷോട്ടോ റിയാഭാസം ബേസം ബേസം ബിന്ദല ബിന്ദം ദൂരോ ദൂര അർക്ക ലേക്കോ ലേക്ക ലേക്ക ലഗാതി ഹസ്യം ഗോഗോടി ജൂഡരൻ റഗാദ്യം അസ്യം പതകം പതകം ബേത്ത ബേത്ത ബൗഡ ബേത്ത ദൂത ബേത്ത ഹസ്ത ബേത്ത ഹന്ത ബേത്ത ജ്യോത ബേത്ത ദൂത ബേത്ത ഹസ്ത ബേത്ത ഹന്തലൂക ജൂഡ ജൂഡ തേല 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 അർക്കലബാസിക ബിന്ദല ബിൽബര ബിച്ചോ ഷോട്ടര ബടിക ജൂഡം പേരേ ദൂരിക ഹസ്യ കൗഷൻ ഷൂട്ടോറി കല കലകങ്കല കടകം കടകം തോരക 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 ദീവേ ഡേരെ ഛേടേ ബേസെ ബീക്കെ ദാരിക ഹസ്തി തരകം ദൂബ ദൂബ ശബ്ദ സ്ഥീരിയ പിതാതി ബിന്ദല 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 ബൗഷേ ഷോട്ടല ബെടകം പൗട്ടും ഹൊറോ ജൂഡര ബടിക ദൂരം താലസ്പികാര കൊലോക്കി ഷോട്ടോറിക്ക ബഹ്ഷ്യ അകാല ലേഗ്യ 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 തൽക്ക ലോക്കൽ 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 സംതല ഹസ്പിക് ഹസ്വാരാഗം പൊഡോറിക്കല ബടികം പൗഷം ഷോട്ടോറിക്കല ബടികം തൗടം ജൂഡേറിക്കല ബെലകം പൗഡ് അന്തർ തകല ബത്യ ലോകം 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 തേലിക തേലിക ദോലിക ദോലിക അസ്യ പൗഷ ഷൂട്ടോറ ബലസി ബോരെ കലബസ്യ അജോ ലേ കോലിയ രക്ത യേശുവിന്റെ രക്ത യേശുവിന്റെ വചന യേശുവിന്റെ ആത്മാവിനാൽ ജയമെടുക്കുന്നു ഊതര ബന്ധല ബിൽബര ബിച്ച ഷോട്ടോറിക്കല ബടികം പൗഷം ആസ്കോ സോക്കോ ജൂഡേലക്കൽ ലേക്കലേക്കിൽ ലേഡിയം പസ്യം വീതോരിത്തല ബെത്തൽ ബൗഡ ജൂഡോറിക്കല ബെടകം പൗഷം ഷോട്ടോറിക്കൽ ആസ്യ രോഗം പകത പകത ദൂത ഹിന്ദ താക ദോക ദീക ദീക സംതലക്ത രോഗലേഖ ജോഗലേഖ ഹട്ടഘോഷ കോരലാഗി ജോരിബാഗി ദൂരബെസ്ത വിക്കസിയ കകം ഗകം ദിരം ചരം തെരം തെരം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമേ കർത്താവേ ധൂപര ബന്ധല ബിൽബര ബിക്ഷല കൗഷേ കോൾ ബീസ്വാരിയ ഉസ്കോരിയ അൽക്കോരിയ ആട്കോരിയ ബെസ്കോരിയ ബഹോരിയ ജൂലിയ തലിക തലിക ദോതോലി തല ബന്ധല ബിൽബര ബിക്ഷാരിക ബേസി ബന്ധല ബിൽക്ക ചൂട റൂബോലോക്കിയ ബൗഡാഘോഷ ഷൂട്ടോറിക്കല ബെടകം പൗഷം ബീരെ ബീരെ ബെന്ദെ ഹസ്തെ ദോരെ ദോരെ ഹൽക്കെ ജോടെ ജോലി താരിക സീകത്തപ്പ ഹസ്ബി ബാദല ബെന്ദില ബിലബ ചൂടെ ചൂടെ റാകൽക്കം അച്ചോരിക്കല ബൗഡിയ പൈശാചിക മാണ്ടലങ്ങളെ ഉട്ടയ്ക്കുന്ന അധികാരം അന്ധകാര വാഴ്ചകളെ തകർക്കുന്ന അധികാരം ദുഷ്ടഭൂതങ്ങളെ മേൽ അധികാരം ഓർക്കാസി കോർബഷ കോൽബസ് ബീകോസ്പ ബേക്കോസ്പ സീകസ്ക എൽകോ ജൂഗെ ലാഗെ ദോഗെ തേഗെ ധോഗെ ധോഗെ ലോകെ ചാലോ ബോസി ബീകെ സൗദ് അംനീരന്തല പകൽ പറക്കുന്ന സൃഷ്ടി സഞ്ചിക മഹാമരി ഉച്ചിക സംഹാരത്തെ തകർക്കുന്ന അധികാരം ഓ പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന അധികാരം ആർബമേ വേഷബ ബിക്ഷബ ബിക്ഷബ ബെൽക്കര സോബര ബെന്തല ബിൽബര ഓറി ബാദേ ബേദേ ബേദേ ബെന്തേ ബസ്ത ദൂരെ ജാലം ഭാരി ബസ്ത ബികോരാഗം ബേദേ ഹസ്ത ദോരി ദോരി ഹന്തൽ കടകല ബട്ട്യ ഹോഷ ഷൂട്ടോറി കലബടി കമ്പസം ആജേ ബേജേ ബെഞ്ചേ ബൗട്ടി ഹൽക്കി ദൂരത ദൂരം തൗടൻ ഷേറോദിക്കം തരാസി ബൗഷ ഷോട്ടോറ ബലഹസ്ബി ഖരാദിയ ഓ ഹാലലിയ പാതാളത്തിന്റെ മേലുള്ള അധികാരം പാതാള ഗോപുരങ്ങളെ തകർക്കുന്ന അധികാരം ഗോർകോഷെ കോൽബിയ ബെഗലെ ബെഗലെ ബൗഡി ജൂഡ വേതാളങ്ങ വേതാളത്തിന്റെ മേലുള്ള അധികാരം വനഭൂതത്തിന്റെ മേലുള്ള അധികാരം ലഘുവിന്റെ മേലുള്ള അധികാരം ബേൽസബലിന്റെ മേൽ അധികാരം അന്ത്യകാല സകലത്തിന്റെ വേലിയുടെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ വചനത്തിന്റെ ശക്തിയുടെ അധികാരം ഓ ഹല്ലേലൂയ 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 ഉയർത്തെഴുന്നേൽപ്പിന്റെ അധികാരം ഓ ഹല്ലേലൂയ ഹല്ലേലൂയ പുനരുദ്ധാരത്തിന്റെ ശക്തി ബദലെ ബദലെ ബന്ധല ബിസ്തല ബീസെ ബന്ധല ബടിക ചൂട ധീരെ തവുഷ ഷൂട്ടോറിക്കല ബടിക ഭാഷം പൗദി ഹസ്യം കോടോ ചൂടം തേകം തേ അർബി ബാദല ബെന്ദല ബിസ്തം പശ്യരൂടം ബേജം ചൗടം ചേലെ കൽക്ക ഹോട്ടി ചൂടം തേരിക തേരിക ബാസബിൻ ബിത്തല ബാസെ രൂപ ചൗട ചില്ലെ സ്പിക്ക റിയ ലോകം കാടക്കാടിക സോകോ ചൂട് അർബി ബാദല ബെന്തൽ ബൗഡൽ ചുട്ടൽ ബാദൽ ബാരൽ ചൂടൽ ബാരൽ ചൂടൽ തേരൽ 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 ഒരു അന്യജാതിയെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു ഭാഷയുള്ളവരെ നിങ്ങൾ കാണത്തില്ല വചനത്തിന്റെ സത്യം ജബല ജബല ബെന്തല ബന്ധ ഒരു ഉഗ്രജാതി നിങ്ങളുടെ മുമ്പിൽ നിൽക്കല ശബ്ദാറ റബത്യ ഹിസ്ബോലിയ പഷോരിയ ടിബിയ ഡെഗ്ലോഡിയ ഡ്രാഗറിയ അസ്പിയ ഹേഷിയ ലോഗ്യ ലോക്കിയ ആസ്യ ഗോഗ ഠീക താഗ തിബിയ എഗോ ലിക്കൽ ബെടകം പൗഷ ഷോട്ടോ റീബം ബേസം ബൗഡം ജോബം തേലം തീരം താലം തോലം ബസ് ഇസ്പി ഹസ്പി കൽബ കൽപ ഷോട്ടോ റിക്ക ബല രൂപം ചേരത്ത അന്തീതീരം ഹസ്തി കൗഷൻ ഷോട്ടോ റിക്ക പുത്തും പല്ലേരെ മൂർച്ചുള്ള മെതിവണ്ടിയാക്കും ദൈവത്തിന്റെ ശക്തി അസ്തല ബീസ്തല ബിന്ദല ബിൽബര ബെഡ്ചല ബൗഷ ഷൂഡോറിക്കം ബാസാബിത്തല ബിടകം ചാം വേദം പേദം ബെന്താരൂകം തേകം തേകം വെൺമണി യുദ്ധത്തിനായുധമാക്കുന്ന ദൈവത്തിന്റെ കൃപ ഓക്ഷാക്കിക്കെ അടകെ ജോലെ റോഗെ ലോകെ താൽബെസറി ബിത്തൽബിയ ബെസ്തോലിയ റബോലിയ ബെദലിയ ദൂബിലിയ ഹംദാലിയ തേലിയ തെലിയ ഉച്ച കടകല കടകല കട്ട കോര ബബിസ ബിക്കസ്ബിയ പാരചൂടം ഭേദം ഭേദം ബെന്തില ബന്ധം ഓരോ ചൂട് അന്തേരിക്കല കടകം കടകം കോട്ടോറിക്കല ബെഡ്ഷൂടം ബീതാബിത്തൽ ബെസലെ ചൂടം പാരബിസ്തോരി ബികൽബരാദി അവർക്കോട്ടെ ഷൂട്ടറി ഇറകൽ കാൽ കോസോറിക്കല അസിയ സൊഹോര ബദല ബെർബല ബെർബ എന്നീ വിശ്വസിക്കുന്ന വലിയ അത്ഭുതങ്ങൾ ചെയ്യും അത്ഭുത ഭാഷയിൽ സംസാരിക്കും ഭൂതങ്ങളെ പുറത്താക്കും സർപ്പങ്ങളെ പിടിച്ചടക്കും ഓ ഹല്ലേലൂയ മണ്ണറി യാതൊന്ന് കടിച്ചാലും ഹാനി വരത്തില്ല ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾ വാഗ്ദത്തങ്ങളെ വലിച്ചിടുകയാണ് കർത്താവേ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ജീവിപ്പിക്കുന്ന വചനങ്ങൾ ശക്തിയുള്ള വചനങ്ങൾ എന്നും നിലനിൽക്കുന്ന വചനങ്ങൾ അഭിഷേകത്തിന്റെ ശക്തികൾ ഓഷി ബരാസ്യ പ്രകാശത്തിന്റെ വചനങ്ങൾ ഓ ഹല്ലേലൂയ ജീവൻ പകരുന്ന വചനങ്ങൾ മരണത്തിന് പുറത്തു കൊണ്ടുവരുന്ന വചനങ്ങൾ ഹാല ജീവശ്വാസം ഊതുന്ന വചനങ്ങൾ ഓ രോഗത്തിന് സൗഖ്യം തരുന്ന വചനങ്ങൾ വിശ്വാസം നിലനിർത്തുന്ന വചനങ്ങൾ നീതിപാതകളിൽ നടത്തുന്ന വചനങ്ങൾ
തേനിൽ തേങ്ങട്ടെ മധുരമുള്ള വചനങ്ങളെ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, ഓഷി ബൗഡ ഹല്ലേലൂയ, ശക്തിയായ പുതുക്കുന്ന ഹാലേലൂയ വചനങ്ങളെ, ഓ ഭക്തിയെ നിലനിർത്തുന്ന വചനങ്ങളെ, ഒൽബി രൂപ ഷൂട്ട റിയ ഹല്ലേലൂയ, റബസെ റബസെ ബെന്തേറീബ ബസ്തീരൂപ അന്തരദൂര സംതൽബിസ ബിക്കോൽബിയ റുബാലിയ റബോലിയ ഷിത്തലിയ അസ്തോലിയ റീലിയ ദരിക ഫിസിക ഹാൽബിയ ജഗദം ജഗദം തോത്തോ ലീക്കല ബസ്തി ബിക്കല ബൗഷേഷോട്ടല ബെടിയാസോകല മെന്തില ബിൽബര ബെഡ്ഷേഷൂട്ടല ബെടികം സേക മോത്തോരൂകം തേരേദൂർ അന്തർക്കടകല ബെടകത്യാരെ ഹൽബി മോഷല ബട്ടീറിക്കം പോസോജൂകം തേരം തേ പിന്തേരിക്കം കൽഗിഹോട്ടം ഡോറോ ഡോറോ ടൗരീചാരം വേറെ ബെങ്കില ബൗഷിഷൂട സമുദ്രത്തിന്റെ മേലെ അധികാരമുള്ള ദൈവം, കൊടുങ്കാറ്റിന് മേലെ അധികാരമുള്ള ദൈവം, ഓ റബ്ബ ലഹോഷിക്കൗഡ ജൂട്ടാറിക്ക ലെറാസര അരിബാദ ബീദബെന്ദ ബീഹലക്ക ഷോട്ടോറിക്ക ബേസെബാജി പൂജാദൂരം തേരെ തേരെ ആകാശത്തിന്റെ മേലെ അധികാരമുള്ള ദൈവം, ആൽക്കരാഷെ കൊട്ടോരിയ റബോലിയ ബെസോലിയ ബെഗോലിയ ജൂഡിയ റബലിയ പീസിയ സബദിയ ഹസ്പി പസ്പ ഭേദ ദീദ ഹന്ത ദേര ദേലി തണ്ടക ജൂഡ റിഗല അൽക്ക രൂക്ക രൂക്ക ഭവിഷി ഷോട്ടറിയ സാബ ബെഞ്ച ജൂഡ റെക്ക ലേബി ബസ്ത ബിസ്ത തോരി താര ദര അർബി ബാദം ഭേദം ഭേദം ബെന്തല ഭൗഷ ഷോട്ടോറിയ റബോലിയ റബോലിയ ബെച്ചലെ ഭൗഷ ഷൂട്ടോ റിയ റിയ മന്നത്തെ നീക്കൊള്ളി യഹോവയ്ക്കുള്ളത് തന്നെ ഉദ്ധാരണങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ദൈവം. അല്ലേലി തങ്ങളേകാഗ്ര ചിത്തന്മാരായി ഇരിക്കുന്നവർ കൊണ്ട് ബലവാനെന്ന് കാണിക്കേണ്ടത്, ഭൂമിയിലെല്ലാടും ഊടാടുന്ന കണ്ണ്, ഓറിക്കാബല ബെട്ടറോഷ റിബൽ ബെഡോ ജുഡാരിയ, തകർന്ന മനസ്സ് നുറുങ്ങിയ ഹൃദയ തള്ളിക്കളയാത്തൊരു ദൈവം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പന് മക്കളോട് കണ്ണ് തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കണ്ണ് തോന്നുന്നു. അൽക്കര ബെടക 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 ബോഷോടൂബല ബെടികം ബോസം ജോഡോരീക്കല ബെടികം സമുദം അസ്തോരീക്ക ധീരത്തീര അന്തരബന്ധല ബിൽബര ബെച്ചല കൗഷോറൂഴിയ ബദിയാവാദം ഭേദം ഭേദം സൗതമസ്തം ദോലദൂല തൗഡഷൂട്ട് അടക ജടക ബലിക സോക്കോ റീഖലിക്ക ലെഖോഡിയ അട്ടാഘോഷി കൗഡരിയ അർക്ക ബെസെ ബെച്ചെ ലൂക്കോസ് ബാറസി ഖരിയ. സകല പ്രശ്നത്തിന്റെ മേൽ അധികാരം, ഹോ ഹല്ലേലൂയ, സകല പ്രതിസന്ധികളുടെ മേലും അധികാരമുള്ള ദൈവത്തിന്റെ ശക്തി. മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ പൈശാചിക മണ്ഡലം യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ, ഉടഞ്ഞു മാറട്ടെ. എതിർത്ത് നിൽക്കുന്ന സകല പൈശാചിക ബലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. മനസ്സിന് അസ്വസ്ഥ തരുന്ന സകല പൈശാചിക മണ്ഡലങ്ങള്, ഓ മനുഷ്യന്റെ ആധിപത്യങ്ങള്, മനുഷ്യന്റെ വാക്കുകള്, നിന്ദകൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിൽ നിന്ന് മാറിപ്പോകട്ടെ, മാറിപ്പോട്ടെ. അടബ ജൂട്ട റേബ ലേബ സിംബോ സ്പീക്ക സീക്ക താര അതര ബെത്തല ബെസ്തല ബിൽബര ബെച്ചല ബെച്ചല ബൗദ്ധികൽബിയ രൂഢരൂപ സേബച്ചാലം വേദബേദ മേഖലബെസ്ത അതീ ദൂരം ധരാധര അല്ലെ. ഒരു ദോഷം നിനക്ക് ഭവിക്കയിൽ, ഒരു ബാധന്റെ കൂടാരത്തിൽ അടുക്കല വചനത്തിന്റെ സത്യം അസ്കല ബെസ്കല ബലിക ജൂഡം ബെൽബേ ബെൽബേ ഷോട്ടോ റിയ അസ്കെ കാസല ബെന്തല ബിൽബ രൂപം പൗഷം അട്ടാരീക മാസികസ്കം ഗേദരിതം അന്തോരിയ ഹത്തോലിയ ഹിസ്തോലിയ ബിത്തോലിയ ബേഗലിയ ദുലോലിയ ലക്ഷര അട്ടക ഓലിയ ജുഡാരിയ ഗർഗം ഗർഗം സേക്കോ റിയ ജൂഡം ഖർഗ ദീദ സംതല ബെസ്തൽ ബിക്കരിയ അന്തോരി ഹത്ത കിൽക്കോ ലോ ഗോഷെ ടാർ ഗസറിയ ബെസോരിയ. ഒരു സൈന്യം ഞങ്ങളുടെ നേരെ പാളയമിറങ്ങിയാലും ഞങ്ങൾ പരിഭ്രമിക്കത്തില്ല, പരിഭ്രമിക്കത്തില്ല. നിന്റെ വശത്തായിരുന്നിട്ട് വലത്തൊത്ത് 10,000 പേര് എങ്കിലും അടുത്തു വരത്തില്ല. വചനത്തിന്റെ സത്യം, വചനത്തിന്റെ സത്യം യേശുവിന്റെ നാമത്തിൽ. ഓ റിബി ബിഹാൽ ബോജോ ഡീബി സിന്ദാരിയ അന്തല ബലബല ബൽഷീഷൗഡ സേബോ ജൂഡ മെഡിക്കസ് പിഖ റീകലിക്കസി അധികുടക ഷഡേ ഷഡേ ബൗഡിയ ജൂഡ റേൽ ലേസെ കസിയ അകൽ കോൽ കൊട്ടോ റിക്കൽ ബി ഹിസ്ബി ഖബോരിയ ബേഗല ബേഗല ബെങ്കല ഗൗഡി ഖോറോ റിക്കൽ ബടിയ സംത നീരാധീരത ഹസ്തത്തരക ബോലോ ബോലോ ടൗഡഷനി അബ്ബി ജൂഡബദിയ ഉദ്ധാരസ ലബദിയ അൽബി റൂക്കോറിയ റഗിയ അൽക്കലേഗോദി ബടക സൂക്കോ ലിഖിദിയ അദ്കൽ കോരിയ. ഓ ഹല്ലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണമെന്നോർത്ത് അലറി വരുന്ന സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഓടി വിട്ടാര ഭവിഷ്യ അടക ജഗട താൽപീസക്ക സോറോ ജൂഡ ബിടകശാര ഹേൽബി ദൂര ബെന്തലവിസ്ത മദല മദല ബാത്താലസ്യ ബഹിലി ജൂഡ ധീര ധീര തേനിലും മധുരം തേനിലും മധുരം തേങ്കട്ടിലും മധുരമുള്ള അങ്ങയുടെ വചനത്തിന്റെ ശക്തി. അല്ലേലിയ ഹല്ലേലിയ ഉടബ ഷൂഡോ റലിയ സ്പികാസ് ബബഹസിയ ബിഗദ ബിഗദ സോ ദോ ജസ്കി ലിഖത അൽക്യ ഹോൽ കോരി റിലി തൽബി ബിൽബോൽ ബിബിഷോലിയ അട്ടബല ബെൽ ബി ഹോൽ ബോൽ ലിക്കൽ ബൽ കോ റിസി കൽ ബഹൽ ബറു ബർഷ ഷൗഡിയ അർക്കി കൽ ബസി ഖഗരിയ ഉച്ചൽ കെ ഖോരിയ. ഞങ്ങളെ തകർക്കാൻ വരുന്ന, ഞങ്ങളെ ഉടച്ചു കളവാൻ വരുന്ന, ഞങ്ങളെ നശിപ്പിച്ചു കളവാൻ വരുന്ന, ഞങ്ങളെ നിലനിർത്തുകയില്ലെന്ന് പറയുന്ന സകല പൈശാചിക കോട്ടകളെ, അന്ധകാരത്തിന്റെ കെട്ടുകളെ, അതിന്റെ തേർവാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറി, ഉടഞ്ഞു മാറി. റോബല ബാഷാറി ബേസലിയ ബെഹോലി ബെഹോലി പൗഡിയ റിബോസിയ. നിന്നകളെ ആക്ഷേപങ്ങളെ ഞങ്ങൾ പേടിക്കയില്ല, നിന്നകളും ആക്ഷേപങ്ങൾ പേടിക്കയില്ല. ഓ ഹല്ലേലൂയ. അനർത്ഥ ദിവസത്തെ കൂടാരത്തിന്റെ മറയിൽ മറയ്ക്കുന്ന ഒരു ദൈവം, തൂവൽക്കിടയിൽ പൊതിയുന്ന ഒരു ദൈവം. ഓർ ബാഷി ബെറബലെ ജൂഡേ ബർഗെ ഹോസി ജാബല
ദീപല ബന്ധല ബിൽബര ഭിക്ഷ ചോടിയ ദൂര തിരകം തിരകം സോബല ബിന്ദല ബിൽബര ഭിക്ഷല കൽബി ഹൽബി സൂബോ ലേബി ചടബ ബിസ്തി ബിദിലി ബിദിലി ബിന്ദലി ബിൽബര ഭിക്ഷല കുട്ടിക്ക ദൂര റാബൽ ലോബി ചോടം തേരം ബിന്ദെ ബിന്ദെ ഭൗശേഷോട്ട റീഖ സീക്ക ചോലധാര ഹൽക്കെ കോടി ധീരമസ്ത വിഗത വിഗത ഭൗശേഷോട്ടോറിയ റബലി ബസ്തോരി റബലിയ അംദോരി ഹസ്ത ദിവല സംദോരി ബസ്സല ബൗഢ്യ ലൂഡോ രഹസ്യ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഇന്ദ്രജയം പാലിച്ചുകൊണ്ട് ഹല്ലേലൂയ കർത്താവേ ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം പാലിച്ചുകൊണ്ട് പ്രാപിച്ചുകൊണ്ടോട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ പാപിനോട് ഇതിനെ പോലെ ബുദ്ധിയുള്ളൊരു പ്രാവിനെ പോലെ നിഷ്കളങ്കരായി ജീവൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. ഓർക്കിലവാക്ഷരസിയ പിക്കൽ ബിലോറ റിബി സംബോസ് ബി ഖസാരിയ ജേഗ ജേഗ തീഹസ് ബി കൽബവരിയ അടക ജോലോ റിഖസ റബലിയ പെട്ട ബെട്ട ഷൊട്ടറ ബിസി ഹസ്ബി കൊസോരിയ താപ താപ ദീപല ബന്ധല ബിൽബര ബെച്ചല ബൗഷി ഷൂബല ബടിഗസ്ബി അർബിലിയ അദ്വലിയ ദീപ സന്തോരി ഹസ്തല തിരിക ദുലിക ഡേഗൻ ഡേഗൻ ചൗടം ഗർഗം ഹോസോ ജൂഡം തേരം തേർ ബിന്ദൽ ഡബൻ ദിരം തിരം തൗഷ ഷൂട്ട റീബബസ്ത ബീകസിയ സോക്കറിയ ലീകറക അട്ടകുഷ്യ അഗോ ലേഖ റീസി ഖൗഡ രഗോസ്യ സകല രോഗത്തിന്റെ കെട്ടുകളെ യേശുനാമത്തിൽ അഴിയട്ട് കർത്താവേ. ബന്ധനത്തിന്റെ കെട്ടുകളെ ഓ ഹല്ലേലൂയ അന്യായത്തിന്റെ ദുഷ്ട വ്യാപാരത്തിന്റെ ശക്തികളെ മാന്ത്രിക താന്ത്രിക കെട്ടുകളെ യേശുനാമത്തിൽ ഉടയട്ടെ ഉടയട്ടെ റബോഷട്ടോ റീബി സീബ ചൂട തീബ തബേ തബേ ബെസി ബന്ധല ബിൽബര വിക്ഷ കോട്ട്യ ലുഗ Riasico Chalabasa, Bika Bika Baudia Bautia, Otori Baspa Bistori Bil Baja Lebi Sodo, Edatala Dulitalka Sika Speaker, Kabelabetila Betilabesha, Budi Dura, Kikaudia, Juda Raglia, Spivaspa, Bikasbia, Pastoria, Kamli, Amdolia, Spia, Lebodia, Ishki, Elegadia, Sbia, Kehoskia, Galco, Rikal Bespa, Eka Speak, Colco, Colco, Rico, Tashara, Ria, Dur, B, C, comes Abada, Bujalabidna, Labil, Berabico, Shidi, Likalia, Dusho, Tekala, Hakika, Gadria, ഹല്ലേലൂയ. ഞങ്ങളുടെ ആയുസ്സിന് വിരാമമിടും എന്ന് പറയുന്ന ദുഷ്ട വ്യാപാര ബലമേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കാണ് ജയമെടുക്കാണ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കാണ്. ജൂട്ടാറി കോറിയ ഡഗൻ 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 ദുരം തരം 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 ബിസ്കോലി ബിസ്തല ബിസ്പരി ഭവിഷ്യ ഷോട്ടോറി ബസ്പ ബിഹോസ്മി സൗദര ഹംദ കാടിക ദൂര റബദ ബിസ്ത ലീബല ബെറ്റ ഭവിഷ്യ ഷൂട്ടോറിയ റഗല സീഖോ ചരാദിയ ദേഗ ദേഗ സന്തൽ ബരോജ്യ എല്ലാ പോരുകളെയും പോരാട്ടങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ തകർന്നു മാറട്ടെ. അർക്കല സിക്കോൽ ഭാഷ റഗലെ ബാസ്തോറിയ സിക്കൽ ബലോഡിയ ജഗം തരം തരം സിക്കോർ കിക്കൽ കട ദൂരം തരം തിരാസിയ ബഗലെ ബഗലെ ബൗട്യ ഹൽക്കോ ദീഗ രേഗ ദേഗ ദീര ദീഗ ദീഗ ദേഗ ദേഗ അൽക്കലോട്ടോ ഷീറ്റ റീ ലോക്കോ സിക്കസ്പി അൽബ തിരം തിരം തിര ദീഗം ഭേദ ബന്ധം ഭൗഷ ഷൂട്ടർ റേല ധീരം യേശുവിന്റെ നാമത്തിലെ സകല ക്ഷീണത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശ്വാസിക്കുന്നു. സകല പൈശാചിക പോരുകളെ ഞങ്ങളുടെ മേൽ കർത്താവേ ഹല്ലേലൂയ തലയുയർത്തുന്ന സകല ദുഷ്ട വ്യാപാരങ്ങളെ എല്ലാ വാക്കുകളെ നിന്ദകളെ പരിഹാസങ്ങളെ ആക്ഷേപങ്ങളെ ഞങ്ങളുടെ മേൽ പോരാടുന്ന സകല ദുഷ്ടന്റെ സകല വലകളെയും അവന്റെ പാശങ്ങളെ അവന്റെ ഉന്നങ്ങളെ അവന്റെ ലക്ഷ്യങ്ങളെയും അവന്റെ എല്ലാ കാൽക്കുലേഷനും അവന്റെ ഭാവത്തെ നോസ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ രക്തത്താലും വചനത്താലും ആത്മാവിനാലും ജയമെടുത്തനെ തച്ചുടയ്ക്കുന്നു തച്ചുടയ്ക്കുന്നു തച്ചുടയ്ക്കുന്നു. ദൂവര ദൂവര ശന്തല ബന്ധല ബിൽബര ബെക്ഷല ഹൗഷി ശൂടര ബെസ്ത്യ ബഹരം ഭൂത ദീദ തരകം തിൽക്കെ സോക്കോ ഡീഗൻ ടേഗൻ ടേഗൻ ദീഗ റഗല അൽക്കോ റീകല ബെഡികം പൗഷ ഷോട്ടോ റീ ബാസ് ബി സീക ചൽക്കോ സോരോ തിരദം ദീഗ സീഹിൽ കൽക്ക ലൊഗോട്ട റിയ ബഗത്ത ദോല ചിൽപ പരഗ ദുൽബി ഭാഷ ഷൂട്ട റിഗല കൽക്ക കൽക്ക ലൊഗദ ഹസ്ബി കസ്പ ഗസ്പ ഭൗഷ ഷൂട്ട ബിഗദ 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 പാല ലുഷ്കി ഖസറി ലോക്കോ 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 സിഖൽ ബൽഖൽബ ഓ ഹല്ലേലൂയ ഉട്ടക ബഹുശാരി ദീപതിയ ഓ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുന്ന അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം ചെയ്യത്തില്ല. ഓർ ബി ബാച്ചറി ബാജൂല റേബെ ലോക്കോ റിയാസാഗ കോരോ ജൂഡ് പീദത്താര മെന്തൽ ദൂര ദീവഷൗഡ ഹർക്കല ബൽബര വിട്ടല ബഹുശ ഷൂട്ടര ബടിക സോഗര ബൗഡിയ ജൂഗര ബസ്യ അസ്യ കടക വിതകം വിതകം ബോത്തല ബിസ്കം വേദൽ ദൂരി ദർബല ബഷ ഷൂട്ടോറങ്കല കലികം പ്യാര അൻബീരൂടല ബടിയം സിക്കോ ചോൽക്കരാസ ദൂവര ബെസ്ത ബിക്കോറിക്കല വെട്ടല ബഹുശ ഷോട്ടോറിക്കല ബലിയം സൗദ അബി ബോത്തോ റീസെ ലക്ക ലോക്കോ റീക്കെ ലാഗ ദോരെ തേരെ സീബെ ചൗഡ തേലം തേലം ദീബെ ലൗഷൻ ഷോട്ടോ റീക ബഹലം പോസി വീതര ബന്ധു സ്തോരോ ചോലി ധീലി കൽക്കര കടകം തിൽകി അത്തി രാധാ റുദ ഥൗഷൻ ഷോട്ടോ റീക്കൽ ബലകം തിരക ഉൽക്കി റൂട്ട മാച്ചക്കൗഡം കർക്കര കടകല ജുട്ടി കർഗം ബോസെ ദീകരി ബസ്തി തൗ തിലകം തിലകം തോൽക്കോ തോൽക്കോ ദൂലി റൂഡ റേഷ ഷൗഡ റിയ റേക ലേക്കെ താൽ അൽബി ബൂട്ടം മൗഷി ഷൂട്ടം ബൗഡി ഹൽബോസി ബ ചൽബസി കോസ്പാരാദിയ അർബലാസ സംദര ഹിസ്പോരിയ കൗഷിയ ശകടെ ദൂഗി കൽബ കൽബോഷ ഠഗസി ജുഡാരിയ റബൽ റബൽ സു ദോരി റബലിയ അഷ്പ ഭാഷ റുബ ഖസി കൗഡ ചൽക്കോസി ഖംസരാദിയ ഇബ്തലാസി റിബലെ ഭൗഷ ഓ റീകബല ഞങ്ങളുടെ പശുക്കിടങ്ങളെ ശ്വാസിക്കണമേ കർത്താവേ. ഓ ദുഷ്ട വ്യാപാര ബല
ബലത്തെ ഉടയ്ക്കണമേ കർത്താവേ. നിന്നെയും പരിഹാസത്തെയും മാറ്റണമേ കർത്താവേ. ആക്ഷേപത്തെയും കളിയാക്കലെയും മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും മാറട്ടെ കർത്താവേ. രോഗക്കെട്ടുകളും മാറട്ടെ, ശാപക്കെട്ടുകൾ മാറട്ടെ, മാന്ത്രിക കെട്ടുകൾ മാറട്ടെ. അർക്ക സോക്കോ റീക്കല ബെട്ടല ബൗഡി റൂവല ബെടിക ചൂട് വീരം വീരം ദൗഡം ഷേട്ടം ചേകം ചൗഡം ചേലം ബീസം പൗഷം ഷോട്ടം റീക്കം സാപം അഭി ദൂര റീസ് ദര ദിലസി കോഷിയ अक्कल कोलो रिया दीर बीसी खसबिया यगले झूठा बौडिया हल्को सा रिया लगसिया यटगा डू रोते तस्सी सालिया गडगा गडगा ഹൈസ്പി കൊറാ ജലാസിയ. യേശുവിന്റെ രക്തത്താലെ, യേശുവിന്റെ ആത്മാവിനാലെ, യേശുവിന്റെ വചനത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു, ജയം പ്രഖ്യാപിക്കുന്നു, ജയം പ്രഖ്യാപിക്കുന്നു. ദൂവര 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 സംബര ബസ്തല ബിസ്തല ബീഗല ബിക്കറിയ റീബാദാര ഹസ്തോറിക്കല ബെടകം സിക്ക ചൽക്കസോക്കോ റിയ റിയ അകലക്കോട്ടോ റിയ റിയ ധീഗാസ്യ കോരിയ ലഗസ്യ ബഗോലിയ ജലിയ യേശുവിന്റെ നാമത്തിലെ എല്ലാ ഇരുട്ടിന്റെ ക്രിയകളെ, പൈശാചിക മണ്ഡലങ്ങളുടെ ക്രിയകളെ, ദുഷ്ടാത്മാവിന്റെ ക്രിയകളെ, ദുഷ്ടശക്തികളുടെ ക്രിയകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പരാജയപ്പെടുന്ന സകല പൈശാചിക മേഖല യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. മാനുഷിക കാര്യങ്ങൾ ഉടഞ്ഞു മാറട്ടെ. മനുഷ്യന്റെ കാൽക്കുലേഷൻ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന സകല ദുഷ്ട വ്യാപാര ശക്തിയെ മനുഷ്യന്റെ കാൽക്കുലേഷൻ യേശുവിന്റെ നാമത്തിൽ പൊടിയട്ടെ, പൊടിഞ്ഞു മാറ, പൊടിഞ്ഞു മാറ. രൂപ ഷുട്ട റിസ റജല ദോരെ ധേരെ സിംബ ഷൗഡ അർബി ഖാസ് ബരസ്യ ബഹലിയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ വാക്കുകൾ നിമിത്തം അവർ തന്നെ നാണിച്ചു പോകട്ടെ. ജൂപ്പരാസ റിപ്പസാക ദുപ്പരാഗ ജൂപ്പരാഗ ഗർഗരാഗ ജൂട്ടരാഗ റക്കസാഗ ജൂട്ടരാഗ ഹൽക്കരൂഗ ദൂര. ഹല്ലേലൂയ. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴട്ടെ കർത്താവേ. അവർ ഒളിപ്പിച്ചു വെച്ച വലയിൽ അവർ തന്നെ വീഴട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ കർത്താവേ. ആമാനും ആവാന്റെ സന്തതിക്കുമായി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ബീച്ച ബീച്ച ബൗഡ റൂബ സേബ ചോട ധീര ധീര അർക്കെ സോക്ക ജൂഡി ബർബ സോബോ ജൂഡ ബീദ ശബ്ദ അന്തല ബന്തല ബിസ്പരിവേഷ റുഖലസി കൊടിയ റീക റീക ബഹലെ ജൂട്ട റീ ലബസിയ അസ്തോരിയ റഗലിയ. എന്റെ ദൈവം ഞങ്ങളുടെ ദൈവം, ഇസ്രായേൽ മക്കളുടെ ദൈവം ഞങ്ങളുടെ ദൈവം, യഹൂദന്മാരുടെ ദൈവം ഞങ്ങളുടെ ദൈവം, വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവം ഞങ്ങളുടെ ദൈവം, ഞങ്ങളോട് പറഞ്ഞ വാക്ക് മാറ്റമില്ലാത്ത ദൈവം. ഓ ആകാശി ആകാശം മാറിപ്പോ, ഭൂമി മാറിപ്പോ, വചനത്തിന് മാറ്റമില്ല, വചനത്തിന് മാറ്റമില്ല. അല്ലെങ്കിൽ അമ്മ അപ്പനും ഉപേക്ഷിക്കാത്ത വചനം. ഓ സഹോദരങ്ങൾ വിട്ടേച്ചു പോകും. അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും വിട്ടേച്ചു പോകും. ഹല്ലേലൂയ. ഓ ബന്ധിച്ച ദൈവം, വചനത്താൽ ബന്ധിച്ച ദൈവം, ഞങ്ങളെ ആ വചനം കൊണ്ട് ബന്ധിച്ചതായ നിങ്ങളെ ഒരിക്കലും വിടത്തില്ലല്ലോ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന അധികാരം ഞങ്ങൾക്ക് വേണം കർത്താവേ. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കണമേ കർത്താവേ. മേശ ഞങ്ങൾ ഇവിടുന്ന് പോയി ഇല്ലാതായത് ഉന്മേഷം പ്രാപിക്കണമേ. കോപത്തിന്റെ, ക്രോധത്തിന്റെ, നീരസത്തിന്റെ, ശാപത്തിന്റെ ഒക്കെ വഴി ഞങ്ങൾ ഇത് മാറ്റിത്ത അർക്ക ലെക്ക 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 ലഗിയ ഉദ്ധാരസി ബെറിയ ഉൽക്കോറിക്ക ബൗഡിയ ഉദ്ധാര ബേഡിയ സോക്കോറി ബെസ്ത വിഗ Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Father. Thank you, Father. Thank you, Father. Thank you, Father. Shabrakayama. Rotomo setelegemene hey grodigame sigla morian sikedaba. Thank you, Jesus. Para setelere maushi telerigal kamana amterigaba shikeligamana shamterigama. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Kartave nanni, Kartave nanni, Kartave nanni. Shakela manahaturi bibidigashama. Kartave nanni, nanni, nanni യേശുവേ. റഗൈലി മാഹത്തൂനി അംശേര. ഒരുമിച്ച് ഞങ്ങൾ കർത്തൃപാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കേണ്ടതിന്, ഇന്നത്തെ കൂട്ടായ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറേണ്ടതിന് ഹോളി ഗോസ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. അധുരിലിബിരി ഘടക ശംധന ബലന ഹധുരിരി ഘടക ശംധേരിലിരിക മമ മദിഹന ലൈബ്രഗദ സിഗേര മഹഷ്ബരാന ലഘട്ടല ബഹട്ടൽ പ്രഹൗഷതയ. ഞാൻ ആത്മീയ അധികാരത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
In the name of Jesus. Hey തടസ്സമേ, കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, മാറ്. ശുശ്രൂഷയ്ക്ക് വിരോധമായി, വചന ശുശ്രൂഷയ്ക്ക് വിരോധമായി, ആത്മീയ അധികാരം വെളിപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല തടസ്സവുമേ അഠമന ശബ്ദലബ ലന്ധുനിരിവിദ ഷഠരഗമഹസ്തോരിഗഡബഹസ്തര പിശാചേ, നിന്നെയും നിന്റെ സകല ഏജന്റിനെയും പ്രവർത്തികളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കാണിച്ചു മാറ്റുന്നു. ഈ 2 പ്ലാറ്റ്ഫോമുകൾക്കകത്തും ഉണർവ് ഞാൻ റിലീസ് ചെയ്യുന്നു. എല്ലാ ഇരുട്ടിൻ്റെ മറകൾ, വാക്കിൻ്റെ മറകൾ, ദുഷ്ടവാക്കിൻ്റെ അധികാരങ്ങൾ, മാനുഷികമാകുന്ന ദൃഷ്ടികൾ, വാക്കുകൾ, ചിന്തകൾ, സംസാരങ്ങൾ, പ്രവർത്തികൾ, ആലോചനകൾ, അഠരജബല ഹസഗിമ ശഖവോഷതി മഹലതി ഗർഗിജി അഗതി ജഗത ഷാഠുരിഗഡല ജഡമധുരിബദ ഷഡലബഡസിക അഡ്ഖസഡിനി വിർ ഗഠാർബജോസഡുനി ഹിഡൽകടി മഹസ്തരു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ വെട്ടിച്ഛേദിച്ചു മാറ്റുകയാ. ഈ പ്ലാറ്റ്ഫോം 2 എൻ്റെ യേശുവിൻ്റെ വകയാ. ഇതിന്മേലുള്ള എല്ലാ സാധാന്യ മുദ്രകളെയും സ്വാധീനങ്ങളെയും അടയാളങ്ങളെയും ഭാവങ്ങളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഛേദിച്ച് ക്ലീൻ ചെയ്യുന്നു. യേശുവിൻ്റെ രക്തശക്തി ഇതിനകത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. എല്ലാ ദൈവജനവും പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. ഒരു മനുഷ്യനും മൗനമായിട്ടിരിക്കരുത്. ഒരു മനുഷ്യനും പ്രാർത്ഥിക്കാതിരിക്കരുത്. കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സമയം, പരിശുദ്ധാത്മാവിൻ്റെ സമയം, പരിശുദ്ധാത്മാവ് ഇറങ്ങിയ സമയം. ഷാൽഖമ ശംധന ദൈവമേ, ഞങ്ങൾക്ക് ഒരു വളർച്ച വേണം. കർത്താവേ, ഞങ്ങൾക്കൊരു വളർച്ച വേണം. ഞങ്ങൾക്കൊരു വളർച്ച വേണം. ഞങ്ങൾക്കൊരു ഉയർച്ച വേണം. ഡാഡി ലേബ്രഖായബ ശംഥിലബ ലംഥോറോസില മാർബശഠല ലേഗെമറബൗസിയാർത്ഥനെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. എല്ലാ ക്ഷീണങ്ങൾ, എല്ലാ തളർച്ചകൾ, എല്ലാ മടുപ്പുകൾ, എല്ലാ മരവിപ്പുകൾ, എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ ഞാനിപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ യേശു തന്ന അധികാരത്തോടുകൂടെ ഞാൻ അതിനെ റദ്ദ് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, റെബ്യൂക്ക് ചെയ്യുന്നു. റിഫൈഡർ പറ്റാസറ്റേലികബ ആംധൂറുറുഗുഷകേറിമികബ ഓസിനിരിരി ലേറികബബബ ശതേലികമമമ ഗ്ലോറിയ മസിഗനിയ ബഹ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കൾ എല്ലാവരും വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ വീടുകൾക്കകത്ത് ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ വീടുകൾക്കകത്ത് കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുകയാണ്. സൂമി ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ, നിങ്ങൾ കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരത്തെ പിടിക്കാൻ പോകുന്നു. ദൈവം നിന്റെ കരത്തെ തൊടാൻ പോവുക. നിങ്ങളുടെ ശരീരങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതുപോലെ എൻ്റെ യേശുവിൻ്റെ ശക്തിയും സാന്നിധ്യവും ഇന്ന് നിങ്ങളുടെ ശരീരങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. സാത്താൻ പറഞ്ഞ വാക്കുകൾ ശരീരങ്ങളിൽ നിന്ന് എന്നേക്കുമായി നിർവീര്യമാകാൻ പോകുന്നു. അടബൽ ശക്തരാലമ ഹടബദിക ശഗദഗമന ഹദൽ പ്രജനബ അടബദ ശംധരലരബദ ശധുരിവിഗദൽ ഗമനബ അധുരരഗജ ശഗദരഗല മറകൽ പ്രകാശ ധജബദ ജദ ശംധരബ. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. 2 പ്ലാറ്റ്ഫോമുകൾക്കകത്തും അഭിഷേകം ചലിക്കട്ടെ. 5 വൻകരകൾക്കകത്തും അഭിഷേകം ചലിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് അനുകൂലമായ ആത്മീയ ചലനമുണ്ടാകട്ടെ. 5 വൻകരകൾ തുറക്കപ്പെടട്ടെ. ആത്മദാഹികൾ, പരിശുദ്ധാത്മാവിനോട് സ്നേഹമുള്ളവർ, ദൈവവചനത്തോട് വിധേയത്വമുള്ളവർ, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വേണ്ടവർ ഇതിനകത്ത് പ്രവേശിക്കത്തക്ക നിലയിൽ തുറന്നു വരട്ടെ. മണ്ഡലം തുറക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ. അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ശുശ്രൂഷ വെളിപ്പെടരുതെന്ന്, വചനം വെളിപ്പെടരുതെന്ന്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള എല്ലാ നെഗറ്റീവ് തോട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ
in the name of Jesus. എല്ലാ ഈഗോ സ്പിരിറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. Come on, this is the fire type. Shakota Yagaba, Shakata Yabakatalaba, in the name of Jesus. Oh, Sheketa Yabara Kusa, Rikatara Mahatara Boshata, in the name of Jesus. Amen. Thee samsarikate, thee pravartikate, thee kriyachayate, Shabra Kaya, Tarabu Shatara Mahata, Yo, Shateria, Pera Rositana, Rikatayaba, Unarvinda Shakti, Uyarpinda Shakti, Unarvinda Shakti, Uyarpinda Shakti, Unarvinda Kata, Uyarpinda Kata, Oh Shakaya Mate, Totote Magate, in the negative Yabarigate, filled agate, younger platform filled agate, younger platform filled agate, younger platform blessed agate, younger order to the blessed agate. Katamo Santele Ribi Kataya Boshaya Chibaba Resetel Mahazi, in the mighty name of Jesus. The Spirit filled life, the Spirit filled life, the Spirit filled life, the Holy Ghost life, Holy Ghost life, Holy Ghost life, holy anointing, Regabo Sheke. Hey, Manishan Paranya Stabicha Jila, Irutinda Stabananga, Yeshua Namatil Yana break you, Ella satanic cord in an issue in the cancel you, Manishika my Paranya Keti. ആത്മ ശക്തി ഞാൻ അഴിച്ച് ക്യാൻസൽ ചെയ്യുന്നു. അതിന്റെ കോഡുകൾ ഞാൻ അഴിക്കുന്നു, അതിന്റെ രൂപം ഞാൻ അഴിക്കുന്നു, അതിന്റെ ഭാവം ഞാൻ അഴിക്കുന്നു. റഗദ ശബ്ദ ലബശദാജ ദാജദാ രഗൽ ചര അബ്ദർ ജബ ശദ ചദ ശദ ചര പാനസോദ ചിരിമിനി ഹദദബദ രഗദ ശഗദ രഗദ ഗദാജ ദനാ ചലേതി വിട്ടമാര ഞങ്ങളുടെ ഈ കൂട്ടായ്മ വിട്ടമാറ്, ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടമാറ്, ഞങ്ങളുടെ ലൈഫ് വിട്ടമാറ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തീ ഇറങ്ങട്ടെ. ആസ്യാലുക്കളുടെ കണ്ണിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്നേക്കുമായി ബന്ധിക്കുന്നു. നീ ഇനി കാണത്തില്ല, നീ ഇനി നോക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ അസൂയാലുവിന്റെ കണ്ണ് ഞാൻ ബന്ധിക്കുന്നു. ദൂഷകന്റെ നാവ് ഞാൻ എന്നേക്കുമായി കെട്ടുന്നു. In the mighty name of Jesus. ഈ പ്ലാറ്റ്ഫോം കാണുമ്പോ ഭയം വരട്ടെ, ഈ കൂട്ടായ്മ കാണുമ്പോ ഭയം വരട്ടെ, ഇതിലത്തെ സന്ദേശം കേൾക്കുമ്പോ ഭയം വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്ന അങ്ങനെ തന്നെ. In the name of God, Shekinah Ratuno Ruhoshia, Leambre Mozi, Kaitar Mashataya, Gatarabu Shantala Bakaya. In the mighty name of Jesus, in the mighty name of Jesus. Oh, Shalarabala. Oh, Deva Duda ശബ്ദത്തോട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയും സന്തോഷം, എത്രയും സന്തോഷം, എത്രയും സന്തോഷം മധ്യാകാശത്തിൽ, എത്രയും സന്തോഷം, എത്രയും സന്തോഷം, എത്രയും സന്തോഷം മധ്യാകാശത്തിൽ. ഓ ശമന ഹതുനരഗല മഹസിദനരഗലെ പ്രബല ബബശന്തുനി റിഗാൽ ഖമന ശന്ദനെ റിഗേൽ കമനി ആംശേനി ആധുനിയാൻ വരോഷിഖേനിയ മാൽഖേനി ആന്ധോരോഷിയാഥേനി ആൽവരേസി. The power of Holy Spirit, power of Holy Spirit, power of Holy Spirit, release now. തടഞ്ഞു വെച്ചിരിക്കുന്ന നന്മകൾ റിലീസ് ആകട്ടെ. 4 ദിക്കിലും ഞാൻ ആത്മാവിൽ തൊടുകയാണ്, 4 ദിക്കുകളെ ഞാൻ ആത്മകരം കൊണ്ട് തൊടുകയാണ്. ഹേ പിശാചേ,
നീ തടഞ്ഞു വെച്ച സകല നന്മകൾ, വ്യക്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, വെളിപ്പാടുകൾ യേശുവിന്റെ നാമത്തിൽ തുറക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നിന്റെ കരം ഞാൻ വെട്ടുന്നു. നീ തടസ്സത്തിന് ഉപയോഗിച്ച സകലതും ഞാൻ യേശുവിന്റെ നാമത്തിൽ അടിവേരോടെ ഛേദിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആത്മാവിന്റെ ശക്തി തുറന്നു വരട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ആത്മഫലങ്ങൾ ഓപ്പണാക്കുന്നു. ഓ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചേ. എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ സാന്നിധ്യം മക്കളെ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് തന്നെ ഉണ്ട്. ഒരിടവും പോണ്ട, എവിടെ ഓടണ്ട. നമ്മൾ ഇരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് അപ്പൻ്റെ സാന്നിധ്യമുണ്ട്. അതറിയാനുള്ളൊരു സെൻസ് ഓർഗൻ എനിക്ക് വർക്ക് ചെയ്താൽ മതി. ഐ ലവ് യു ഫാദർ എന്നൊന്ന് പറഞ്ഞേ. എല്ലാ വായികളും തുറന്നൊന്ന് പറഞ്ഞേ, ഐ ലവ് യു അപ്പ. ഞാൻ നിന്നെ സ്നേഹിക്കുക കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഡാഡി, അങ്ങേ സ്നേഹിക്കുന്നപ്പാ. ഐ ലവ് യു ഫാദർ. ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ എന്ന് നിങ്ങളൊന്ന് തുറന്ന് പറയാ. തുറന്ന് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. Come on. എന്തിനാ നമുക്ക് നമ്മുടെ ദൈവത്തിന് ഇടയിലൊരു മറയ? എന്തിനാ നമുക്ക് നമ്മുടെ ദൈവത്തിന് ഇടയിലൊരു മറ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. തുറന്ന് സംസാരിക്കുക. നിന്നെ അറിയുന്നൊരു നല്ല ദൈവം, നിങ്ങളെ മനസ്സിലാക്കുന്നൊരു നല്ല കർത്താവ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങളെ അറിയുന്നൊരു നല്ല ദൈവത്തിൻ്റെ അടുത്താണ് ഞാൻ വന്നേക്കുന്നതെന്ന്? എത്ര പേർക്ക് അറിയാം ഞാൻ എന്നെ അറിയുന്നൊരു ദൈവത്തിൻ്റെ അടുത്താണ് ഞാൻ വന്നേക്കുന്നതെന്ന്? അറിയുന്നവർ മാത്രം ഒന്ന് പറഞ്ഞ്, യേശുവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അപ്പാ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അപ്പാ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈ ദൈവസ്നേഹത്തിനകത്തൊരു വ്യക്തി കയറുവാണെങ്കിൽ അത് മുട്ടോളം അല്ല, അരയോളം അല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ആത്മനദിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുചെല്ലും. In the name of Jesus. വലിയൊരു ആത്മീയ അന്തരീക്ഷം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുകയാണ്. വലിയൊരു അഭിഷേകത്തിൻ്റെ തലം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുകയാണ്. പ്രവചനതലം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല ദേശത്തിന്റെ ശക്തികളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ക്യാൻസൽ ചെയ്യുകയാണ്. സ്പിരിറ്റ് റിലം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുകയാണ്. അധികാരത്തിന്റെ ശുശ്രൂഷ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നു. ദൈവസ്വരം കാതുകളിൽ കേൾക്കും. ദൂതന്മാർ ഇറങ്ങും. ഞാൻ ഇരിക്കുന്ന എൻ്റെ ഭവനത്തിനകവും പുറവും ഒരുപോലെ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് മൂടും. എൻ്റെ ജനം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങയെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവേ. ഈ ജനം കർത്താവിനാൽ സ്പർശിക്കപ്പെടും. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, ബന്ധനങ്ങൾ തകരും, കാരാഗ്രഹങ്ങൾ തകരും. അടമന്ന ശബ്ദൽക്കമനക ആത്മമണ്ഡലത്തിൽ നിന്ന് സ്വർഗീയ ദൂതുകൾ വെളിപ്പെടും. വചനത്തിൻ്റെ വാതിലുകൾ തുറക്കും. ആഴത്തിലുള്ള മർമ്മങ്ങൾ വെളിപ്പെടും.
ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ്സഡ് ആകും. ഈ കൂട്ടായ്മയിൽ ഒരു റിവൈവൽ ഉണ്ടാകും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതൊക്കെ പ്രഖ്യാപിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ പതിക്കുകയാണ്. ഞാൻ ആത്മമണ്ഡലത്തിലെ വാക്ക് ചൊല്ലി പതിക്കുന്നു, ഞാൻ സൃഷ്ടിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഷാജെ, നിനക്ക് ഈ വാക്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, മാറി നിൽക്കുക. In the name of Jesus, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അന്യഭാഷകളിൽ ചില സെക്കൻഡുകളും സംസാരിച്ച ദൈവമക്കളെ, Holy Ghost, in the name of Jesus. നിങ്ങളെല്ലാവരും ഞാൻ അയച്ചു തന്ന ഷോർട്ട് മെസ്സേജ് കണ്ടോ? അന്യഭാഷയെക്കുറിച്ച് ഞാനൊരു ചെറിയൊരു ടോപ്പിക് എടുത്തിരുന്നു. 12 മിനിറ്റുള്ളൊരു മെസ്സേജാണ്. അതൊന്നും ആയില്ല. പക്ഷേ നമുക്ക് ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് നമുക്ക് അതിനപ്പുറം കൊണ്ടുപോകാനും പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആത്മീയ വർധനവിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ കണ്ടോ? എത്ര പേര് കണ്ടു? കണ്ടവർക്കായി സ്തോത്രം. പിന്നെ കാണാമെന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന കുറച്ച് പേരുണ്ട്. കാണണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അതൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാൻ, പഠിക്കാൻ. നമുക്ക് ഗ്രാജുവലി നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ പഠിക്കാം. ഇതുപോലെ ഓരോരോ സ്പെഷ്യൽ ടോപ്പിക്സ് വരും ദിവസങ്ങളിൽ എടുക്കാം. സമയക്കുറവാണത് തീരെയും ചെയ്യാത്തതിൻ്റെ കാരണം. എന്തായാലും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ നമ്മളെ കേൾപ്പിക്കുമ്പോൾ നമ്മളതിനകത്ത് ശ്രദ്ധ പുലർത്തണം. ഒപ്പം മറ്റുള്ളവർക്കും കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. എത്ര പേരാണെന്നറിയാമോ? പണ്ടെങ്ങാണ്ടോ ഞാൻ ചെയ്ത ഒരു ടങ്സ് പ്രെയറിനെ കുറിച്ച്, അന്യഭാഷയെക്കുറിച്ച് വീഡിയോ കേട്ടിട്ട് എന്തോരം മെസ്സേജുകളാണ് വരുന്നതെന്നറിയാമോ? താങ്ക്സ് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ആഴങ്ങളെക്കുറിച്ച് നമ്മൾ ആഴങ്ങളിലോട്ടൊന്നും പോകുന്നില്ല, നമ്മൾ തൊടുന്നതേ ഉള്ളൂ. കാരണം ഷോർട്ട് മെസ്സേജ് അല്ലേ, തൊടാനേ പറ്റുള്ളൂ. അപ്പോൾ തൊട്ട് ഓരോ ദിവസം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആഴങ്ങളിലോട്ട് പോകും. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിലേക്ക് കയറുകയും അതുകൊണ്ട് അവരനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് മെസ്സേജുകൾ ഇടാറുണ്ട് ഇപ്പോഴും. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ, എൻ്റെ കർത്താവേ, ആത്മീയ ഗോളത്തിൽ തന്നെ എത്രത്തോളം ദൈവമക്കൾ ഇതിനെക്കുറിച്ച് അറിയാതെ കിടക്കുന്നു. അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ ഭാഗത്തെ സപ്പോർട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ളവർക്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കണം. പറ്റുന്നവർക്ക്, കാണുന്നവർക്ക് നിങ്ങളൊന്ന് അയച്ചു കൊടുത്താട്ടെ. കാണുന്നവർ കാണട്ടെ, ആത്മീയ വർധന വരുന്നേ വരട്ടെ. നമുക്ക് അത്ര വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെയൊക്കെ അവരുടെയൊക്കെ കയ്യിലാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കതും ഒന്ന് തൊടാനേ പറ്റുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വേർപാടിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദൈവമക്കളെ, നമ്മുടെ ഈ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ കൂട്ടായ്മകളെയും ഓർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ അടുത്തൊരു തലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ഒരു മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നമ്മളൊരു വേറൊരു ഗ്രേഡിലോട്ട് നമ്മൾ കയറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു എന്നോടുകൂടെ ചേർന്ന്? ചിരിക്കാനല്ല, ഞാൻ വിശ്വസിക്കുന്നവരെ ഞാൻ ചോദിച്ചത്. ആമേൻ. മെയ് ജൂൺ ആ മാസങ്ങളൊക്കെ ആകുമ്പോൾ, മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ സ്കൂള് തുറക്കുമെന്ന് ആരോ പറയുന്നത്. സ്കൂള് തുറക്കും. സത്യം നിങ്ങൾ പറഞ്ഞു, സ്കൂള് തുറക്കും. സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്. സ്കൂൾ തുറക്കും. സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നമ്മുടെ മക്കൾക്ക് സ്കൂൾ തുറക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സ്കൂളും തുറക്കും. ഞാൻ ആത്മാവിൽ ഞാൻ ഫീൽ ചെയ്യുക ദൈവമക്കളെ.
നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വരുന്നുണ്ട്? എനിക്ക് സങ്കടം വരുന്നുണ്ട്. എനിക്ക് എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുമ്പം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പം എനിക്ക് സങ്കടം വരും. കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. എൻ്റെ കൂടെ ഈ സാന്നിധ്യം അനുഭവിക്കാൻ കൊതിക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. എനിക്കറിയാം. ഇതിനോട് ഇങ്ങനെ ഭയങ്കരമായ ഒരു ദാഹത്തിലിരിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. അവരെല്ലാം കർത്താവ് നിറയ്ക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എല്ലാവരെയും കർത്താവ് നിറയ്ക്കണം, എല്ലാവരും കർത്താവിനെ പ്രയോജനപ്പെടണം. പക്ഷേ ഒറ്റ മനുഷ്യന് പോലും നെഗളം വരരുത്. അത് പ്രത്യേകമായി സൂക്ഷിക്കണം. നെഗളം വരരുത്. ഞാൻ എന്നോട് എപ്പോഴും പറയാറുള്ള വാക്കാണ് നെഗളം വരരുത്. ഞാൻ മറ്റുള്ളവരോടും പറയുന്നൊരു വാക്കാണ് നെഗളം വരരുത്. നെഗളം വന്നു പോയോ, എന്തോ ആണെന്ന് തോന്നിപ്പോയോ, ഞാനാണ് സംഭവമെന്ന് തോന്നിപ്പോയോ, നിങ്ങളുടെ തലയിലിരിക്കുന്ന കിരീടത്തിൻ്റെ നിറം മാറും. കിരീടം അവിടെ തന്നെ കാണും, പക്ഷെ കിരീടത്തിൻ്റെ നിറവും മാറും. മറ്റവൻ്റെ തലയിലിരുന്ന കിരീടമായിരിക്കും നമ്മുടെ തലയിലിരിക്കുന്നത്. അപ്പം നമ്മുടെ തലയിൽ വെച്ച കിരീടം നമുക്ക് പിന്നെ ചുമക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നെഗളം വരരുത്. താഴ്മ ധരിക്കുക, എളിമ ധരിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ കൃപ വർദ്ധിക്കാനുള്ള ഏക വഴി. അല്ലാതെ നമ്മൾ പർവ്വതം ചുമന്നിട്ടൊന്നും കാര്യമില്ല. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു, അങ്ങനെ വചനം പറഞ്ഞിട്ടുള്ളൂ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതിനപ്പുറം ഞാൻ നോക്കിയിട്ട് വേറൊന്നും ബൈബിളിനകത്ത് നമുക്ക് അനുഗ്രഹിക്കപ്പെടാനോ കൃപ പ്രാപിക്കാനോ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. കാട്ടൊലിവായിരുന്ന നമ്മളെയൊക്കെ നാട്ടൊലിവാക്കി മാറ്റാൻ കർത്താവ് ചെയ്ത പണി ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഏകശരീര യാഗത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കൂടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം, സമയം കളയണ്ട. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സന്ദേശം തീരുമ്പോഴത്തേക്ക് കർത്താവ് നിങ്ങളുടെ അരികിൽ എന്ത് ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടെ ഇറങ്ങിയോ അത് അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. എന്നോടുകൂടെ ചേർന്നൊരു ആമേൻ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്ത് ചെയ്യണം? കർത്താവിന് എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണോ? എന്ത് എൻ്റെ ജീവിതത്തിൽ ചെയ്യണോ? എന്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണോ? ദൈവത്തിന് എന്ത് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യണോ അതവിടുന്ന് ചെയ്യും. അതാണ് എൻ്റെയും ആഗ്രഹം. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. വളരെ പ്രാർത്ഥനയോടെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ ദാഹത്തോടെയാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ഇത് കാണുന്നത്. ഇതിൻ്റെ ലൈവ് ടൈമിൽ കാണുന്നവരുണ്ട്, ലൈവിന് ശേഷം കാണുന്നവരുണ്ട്, രാത്രി കിടക്കാൻ പോകുമ്പോൾ ഈ സന്ദേശം കേട്ടിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നവരുണ്ട്. ഒത്തിരി ദൈവമക്കളുണ്ട്. നിങ്ങളെല്ലാവരെയും കർത്താവ് ഒത്തിരി സ്നേഹിക്കുന്നു. അതുപോലെ ഞാനും സ്നേഹിക്കുന്നു. കാരണം ഒരുപാട് പരിമിതികളുടെ നടുവിലും ഈ സന്ദേശത്തിന് വില കൊടുത്ത് കാണുന്ന ദൈവമക്കൾ ഒരുപാട് പേരാണ്. ഹല്ലേലൂയ. ആ കാര്യം എന്നോട് അറിയിച്ചവരുമുണ്ട്, അറിയിച്ചിട്ടില്ലാത്തവരുമുണ്ട്. എന്തായാലും ഈ സന്ദേശങ്ങൾക്കകത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആത്മീയ ആഹാരം ഒന്നുപോലും, ഒരു വറ്റുപോലും താഴെ പോകാതെ മുഴുവനും നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വേർപെട്ട് ജീവിക്കണമെന്നാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായ ആശയങ്ങളും ചിന്തകളുമൊക്കെ നമ്മുടെ തലയിലോട്ട് വരും. കാരണം ആകെ മൊത്തം ഒരു സിസ്റ്റം, ക്രിസ്തീയ സിസ്റ്റം പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന വേർപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുക, മറ്റെന്തെങ്കിലും മെറ്റീരിയൽ തിങ്സിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തുക, മറ്റ് ജാതിയിലുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുക, മറ്റ് സമുദായത്തിലുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുക. ഇങ്ങനെയൊക്കെയുള്ളൊരു ടീച്ചിങ് ആണ് ആകെ മൊത്തം കൊഴുക്കട്ട രൂപത്തിൽ പലയിടത്തും ഉരുട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിൾ വേർപാട് എന്നതിനെക്കുറിച്ച് അർത്ഥമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തെ, ഒരു സമുദായത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നല്ല, ഒരു വ്യക്തിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നല്ല, കേവലം മറ്റെന്തെങ്കിലും മെറ്റീരിയൽസിൽ നിന്ന് നമ്മൾ വേർപെട്ട് നിൽക്കുക എന്നുള്ളതല്ല.
പിന്നെയോ വിശുദ്ധ ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം 4-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവിൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. ഞാൻ 4-5 അങ്ങ് വായിച്ചായിരുന്നു. 4-5 വാക്യങ്ങൾ ഞാൻ വായിച്ചായിരുന്നു. ആരാണ് ഈ അവൾ? ഈ അവൾ ആരാണെന്ന് ചോദിച്ചാൽ, പാപം ചെയ്യാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന രൂപം എന്താണോ അതാണ് ഈ അവൾ. പ്രൈസ് ടു ജീസസ്. 18-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലുള്ളത് കണ്ട് ഭൂമിയിലുള്ള മനുഷ്യരോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം, നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ജസബേൽ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള മറ്റൊരു സംഭവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ, ലോകം മുഴുവനുമുള്ള മനുഷ്യനെ ഏതൊക്കെ നിലവാരത്തിൽ മലീമസപ്പെടുത്താൻ കഴിയുമോ ആ നിലകളിലെല്ലാം ഒരു മനുഷ്യനെ ശാരീരികമായും മാനസികമായും സ്വഭാവപരമായും ആത്മീയമായും വളരെ മലീമസപ്പെടുത്തുന്ന നിലവാരങ്ങളിൽ കൊണ്ടു നടക്കുന്നവൻ. ആ കൊണ്ടു നടക്കുന്നവളെ കുറിച്ചാണ് പറയുന്നത്. അവൾ സാത്താനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. പിശാചിനെയും അവൻ്റെ ഏജൻസിനെയും തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇന്ന് വേർപെടേണ്ടത് എവിടെയൊക്കെയാണെന്ന് ഈ ദൂതൻ പറയുന്നത് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത് നിങ്ങൾ നോക്കി. ഞാൻ കേട്ടത്, സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി. നിങ്ങൾ ഈ ശബ്ദങ്ങളെ ശ്രദ്ധിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് വേർപാട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒത്തിരി ശബ്ദങ്ങൾ കേൾക്കാം. അതൊന്നും നിങ്ങൾ എടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശബ്ദം പൂർണ്ണമായ ആത്മാവിൽ നിന്നാണോ എന്ന് നമ്മൾ ആദ്യം അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേർപെടണമെന്ന് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്ന വ്യക്തമായത് തർക്കമില്ലാതെ സംശയമില്ലാതെ ബൈബിൾ കണ്ണു തുറന്ന് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തിൽ നിന്നൊക്കെ വേർപെടണമെന്ന്. പുതിയ നിയമത്തിൽ അതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്തിൽ നിന്നെല്ലാം വേർപെടണമെന്ന്. ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു വളർച്ച ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനോട് കൂടെ ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ വേർപാട് ആചരിച്ചിരിക്കണം. വേർപെട്ട ഒരു ജീവിതം നമുക്ക് വേണം. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്. ഭൂമിയിലേക്കാണ് ഈ ശബ്ദം വന്നേക്കുന്നത്. ഭൂമിയിലേക്കാണ് ഈ ശബ്ദം വന്നേക്കുന്നത്. ഇത് അന്തരീക്ഷ മണ്ഡലങ്ങളിലുള്ളവർക്ക് എഴുതിയതല്ല. ഇത് അദൃശ്യ മണ്ഡലങ്ങളിൽ ഇരിക്കുന്നവർക്ക് എഴുതിയതല്ല. ഇത് ദൃശ്യമണ്ഡലത്തിൽ ജീവിക്കുന്ന ഭൗമവാസികളായ നമുക്കെഴുതിയ ഒരു എഴുത്താണ്. വേറൊരു ശബ്ദം. അപ്പോൾ ദൈവത്തിന് താങ്കളോട് ഇന്ന് അറിയിക്കാൻ വേറൊരു ശബ്ദമുണ്ട്. സുഹൃത്തെ, നിങ്ങളുടെ കാതുകളിൽ ഇതുവരെ പല ശബ്ദങ്ങൾ കേട്ട് കാണും. കേട്ട ശബ്ദം ഒരളവ് വരെ നിങ്ങളെ വളർത്തിക്കാണും, മറ്റൊരളവ് വരെ നിങ്ങളെ തളർത്തിക്കാണും. കേട്ട ശബ്ദം ഒരളവ് വരെ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ച് കാണും, വലിയൊരളവ് വരെ മരിച്ചു കളഞ്ഞാൽ എന്താ എന്ന് ചിന്തിപ്പിച്ച് കാണും. ഒരു ശബ്ദം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിരുന്നിരിക്കാം, വലിയൊരളവ് വരെ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതായിരിക്കാം. എന്നാൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഇന്ന് കാതോർത്തിരിക്കുന്ന ചിലരുടെ അരികിലേക്കാണ് പറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അത് ദൈവത്തിന് താങ്കളെ അറിയിക്കാനുള്ളൊരു ശബ്ദം. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അത് ദൈവത്തിന് താങ്കളോട് മാത്രമായി പറയാനുള്ളൊരു ശബ്ദം. വചനം ഇങ്ങനെയാണ് അവിടെ എഴുതി തുടങ്ങുന്നത്. അനന്തരം വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടു. സഹോദര, എൻ്റെ ദൈവം താങ്കൾ വിചാരിക്കുന്നതിനേക്കാളും വേറിട്ട് നിൽക്കുന്ന ഒരു ദൈവമാണ്.
എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം താങ്കൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സംസാര രീതി നമ്മളൊക്കെ കരുതുന്നതിനേക്കാളും വ്യത്യസ്തമായ റിലത്തിൽ സഞ്ചരിക്കുന്ന സംസാര രീതിയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ആശയവിനിമയ സംവിധാനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ നിലകളിലുള്ളതാണ്. വേറൊരു ശബ്ദം. യോഹന്നാൻ ഒത്തിരി ശബ്ദം കേട്ടു, ദൂതൻ്റെ ശബ്ദം കേട്ടു, മുഴക്കങ്ങൾ കേട്ടു, പ്രകാശം കണ്ടു, അതേ ഭയപ്പെടുന്ന നിലവാരത്തിലുള്ള പലതും കണ്ടു. പക്ഷേ ഇവിടെ താൻ 18-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു വേറൊരു ശബ്ദം. ഈ ഭൂമിയിൽ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നതായ, അല്ലെങ്കിൽ സ്വർഗമണ്ഡലത്തിലേക്ക് കയറി ചെന്നതായ യോഹന്നാൻ കണ്ട കാര്യം ഭൂമിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്നാണ് അവിടെ കണ്ടത്. ദൂതാണ്. ഇതൊക്കെ താങ്കളോട് ഞാൻ തെളിയിച്ചു കൊണ്ടുവരുന്ന ദൂതാണ്. ഭൂമിയിൽ നിന്ന് പത്മോസിന്റെ ഏകാന്തതയിലേക്ക് തള്ളപ്പെട്ട യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്ക് കയറി വരിക എന്ന് വെളിപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് തനിക്ക് ഒരു ഇൻവിറ്റേഷൻ ലഭിച്ചപ്പോൾ ഭൂമിയിലെങ്ങും നിന്ന് തട്ടം തിരിയാതെ ഉടനെ തന്നെ താൻ സ്വർഗത്തിലേക്ക് കയറി ചെന്നപ്പോൾ, തനിക്കായി തുറന്നു കിട്ടിയ വാതിലിലൂടെ താൻ കയറി ചെന്നപ്പോൾ താൻ കേട്ടതും കണ്ടതുമായ ഒരു ശബ്ദത്തെക്കുറിച്ച് താൻ തന്നെ അഡ്രസ്സ് ചെയ്യുന്നു. വേറൊരു ശബ്ദം. സുഹൃത്തേ, പത്മോസിന്റെ ഏകാന്തതയിൽ മരിച്ചു പോകുമെന്ന് കരുതിയ വ്യക്തിയാണ് യോഹന്നാൻ. ആളും ആൾവാസവുമില്ല, വെള്ളവും മഞ്ഞയുമില്ല, വെള്ളവും അപ്പവുമില്ല, ഒരു കാട്ടുപഴം പോലും പറിച്ചു തിന്നാനില്ലാത്ത പത്മോസിന്റെ വിജനതയ്ക്കകത്ത് കിടന്ന് കഴുകന്മാർ വന്ന് കൊത്തിപ്പറിച്ച് തന്റെ ശവശരീരം തിന്നുമെന്ന് താൻ മുൻവിധി എഴുതിയ സ്ഥാനത്തും സ്വർഗം തുറന്നു കൊടുത്ത പാതയിലൂടെ താൻ കയറി ചെന്നപ്പോൾ താൻ കണ്ടിട്ട് കേട്ടിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് മറ്റൊരു ശബ്ദം. വേറൊരു ശബ്ദം ഞാൻ കേട്ടു. സുഹൃത്തെ, നിന്റെ ഏകാന്തതയ്ക്കകത്തേക്കല്ലേ ഇന്ന് ഈ സന്ദേശം പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ അങ്കലാപ്പിനകത്തേക്കല്ലേ ഈ ശബ്ദം, വചനശബ്ദം വാൾ രൂപത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറൊരു ശബ്ദം. തനിക്ക് ഉപമിക്കാനില്ലടോ. തനിക്ക് ഈ ഭൂമിയിൽ ആരുടെ ശബ്ദവുമായി ഉപമിക്കാനില്ല ഈ ശബ്ദത്തെ. ഈ ഭൂമിയുടെ ആരുടെയും ശബ്ദത്തോടുകൂടെ ഉപമിച്ച് സംസാരിക്കാനില്ല ഈ ശബ്ദത്തെ. ആമേൻ, 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 പ്രൈസ് ഗോഡ്. തൻ്റെ ഈ ഭൂമിയിൽ ആരുടെയും സ്വഭാവത്തോടു കൂടെ ഉപമിക്കാനില്ല ഈ സംസാരത്തെ, ഈ ശബ്ദത്തെ. ഇത് തികച്ചും വേറൊരു ശബ്ദമാണ്. അങ്ങനെ മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. വേറൊരു ശബ്ദം. ഞാനൊരു പ്രവചനാത്മാവിൽ ഞാനൊരു ആശയം കൈമാറുകയാണ്. ദൈവത്തിൽ നിന്ന് എനിക്ക് മതി എന്ന് പറയുന്നവൻ്റെ ജീവിതത്തിലെല്ലാം വരുന്ന അനുഭവങ്ങൾ വേറിട്ടതായിരിക്കും. എനിക്ക് ദൈവത്തിൽ നിന്ന് മതി, എനിക്ക് ദൈവം ചെയ്താൽ മതി, എനിക്ക് ദൈവം പറഞ്ഞാൽ മതി, എനിക്ക് ദൈവം തുറന്നാൽ മതി, എനിക്ക് ദൈവം ഇടപെട്ടാൽ മതി എന്ന് പറയുന്നവരുടെ ജീവിതത്തിലെല്ലാം ഈ അനുഭവം അല്ലാതെ മറ്റൊരു അനുഭവമില്ല. വ്യത്യസ്തമായിരിക്കും, വേറെ ഒന്നായിരിക്കും, വേറൊരു സംസാരം, വേറൊരു ശബ്ദം, വേറൊരു രീതി, വേറൊരു അനുഭവം. ഹല്ലേലൂയ! വ്യത്യസ്തമായ ഒരനുഭവം. ദൈവത്തിൻ്റെ ശബ്ദം മറ്റു വ്യക്തികളിൽ നിന്നും മനുഷ്യരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ജനം മറ്റെല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരുമില്ല ഒരു ആമേൻ പറയാൻ? എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഇത്രയും പേരുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഇതല്ല. ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ശബ്ദം മറ്റ് ദൂതന്മാരെ പോലെ അല്ലെങ്കിൽ, മൂപ്പന്മാരെ പോലെ അല്ലെങ്കിൽ, മനുഷ്യരെ പോലെയല്ല, വേറൊരു ശബ്ദമാണെങ്കിൽ, വേറിട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ സ്വഭാവ രീതികൾ പോലെ തന്നെ ഭൂമിയിൽ താമസിക്കുന്ന ഞാനും ദൈവത്തിന് വേറിട്ട് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ മുതൽ വളരെ സീരിയസ് ആയിട്ട് കേൾക്കണം. എന്തായിരുന്നു ആ വേറിട്ട ശബ്ദമെന്ന് വചനം പറയുന്നത്? എന്തായിരുന്നു ആ വേറിട്ട ശബ്ദമെന്ന് വചനം പറയുന്നത്? അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളിയാകാതെ. ഒരു വ്യക്തി ആദ്യം വേർവിട്ടിരിക്കേണ്ടത് പാപത്തിൽ നിന്നാണ്. പാപത്തിൽ നിന്നാണ്. വരുവിൻ, രക്ഷിക്കപ്പെടുവിൻ, സ്നാനമേൽപ്പിൻ, സഭയോട് ചേരുവിൻ എന്ന് പറയുന്നതോടുകൂടെ വേർപാടും വിശുദ്ധിയൊന്നും തികയുന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം, സ്നാനമേൽക്കുന്നതിന് മുൻപേ, സ്നാനമേൽക്കാൻ തീരുമാനം എടുത്തതിന് ശേഷം ആലോചിക്കണം, ഞാൻ സ്നാനമേൽക്കണോ, സ്നാനമേൽക്കാനുള്ള സമയമായോ എന്ന്. ആരെങ്കിലും പറയുന്നതിൻ്റെ പേര് നേരെ ചെന്ന് മുങ്ങിപ്പൊങ്ങി ഞാൻ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചു എന്ന് പറഞ്ഞ് മഹാപാതകം ചെയ്തു വെക്കരുത്. നമ്മൾ ഞാൻ സ്നാനം എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ചിന്തിക്കുന്ന അവിടെ മുതൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം, ഞാൻ സ്നാനം എടുക്കണോ, സ്നാനം എടുക്കാനുള്ള സമയം എനിക്കായോ.
നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ സ്നാനം എടുക്കാൻ പോകുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് മറ്റെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളെല്ലാം, എൻ്റെ പഴയ ജീവിത രീതി, പഴയ സ്വഭാവം, പഴയ ചിന്തകളെല്ലാം ഞാൻ ഒഴിവാക്കി ഞാൻ കർത്താവിൽ ഞാൻ എൻ്റെ സ്വന്തം നിർബന്ധത്തിൽ, എൻ്റെ ആത്മാവിൻ്റെ നിർബന്ധത്തിൽ ഞാൻ ചെയ്യുന്നതാണ് എന്ന് ഉറപ്പോടെ വേണം ചെയ്യാൻ. ആരെങ്കിലും തലയ്ക്ക് പിടിച്ച് മുക്കി എന്ന് പറഞ്ഞ് മുങ്ങാൻ നിൽക്കല്ലേ. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു സഭയിൽ കയറിപ്പോയൊരു സഭയിലെ പാസ്റ്റർ എന്നെ കാണാനൊക്കത്തില്ല. കണ്ടാൽ അപ്പം തന്നെ എന്നോട് പറയും, ഡാ നീ സ്നാനപ്പെടണം, സ്നാനപ്പെട്ട് ദൈവകൃപയിലാവണം, സ്നാനപ്പെട്ട് ദൈവകൃപയിലാകണമെന്ന് അന്ന് എന്നോട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്നാണ് ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഭാഷ പറയുന്നത് വെച്ചാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ വേണ്ടത്ര ടീച്ചിങ് തന്നിട്ടല്ല സ്നാനമേൽക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ സ്നാനമേറ്റില്ല. അതുകൊണ്ട് ആ വയസ്സിൽ ഞാൻ സ്നാനമേറ്റില്ല. ഏറ്റിരുന്നെങ്കിലോ ഞാൻ ഇന്നൊരു പിന്മാറ്റ അവസ്ഥയിൽ പോയേനെ. കാരണം അതെൻ്റെ ഇഷ്ടത്തിലല്ല, പാസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്യരുത്, പാസ്റ്റർമാരൊട്ട് പറയുകയും ചെയ്യരുത്. ഒരു വ്യക്തി നിൽക്കുമെന്ന് തിമോത്തിയോസിനോട് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞത്, ഒരു വ്യക്തിയെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോഴാണെങ്കിൽ അവനെ പരീക്ഷിച്ചിട്ടേ ഏൽപ്പിക്കാവുള്ളൂ. ഒരു വ്യക്തി ചാടിക്കേറി സഭയിൽ വന്നു എന്ന് പറഞ്ഞ് അവരെ നേരെ പിടിച്ച് ശുശ്രൂഷ ഏൽപ്പിക്കരുത്. തിമോത്തിയോസിനോട് പറഞ്ഞത്, നീ അവരെ പരീക്ഷിക്കണം. അതുപോലെ തന്നെ സഭയിൽ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നവൻ നിരപവാദ്യനായിരിക്കണം. ഏക ഭാര്യയുള്ളവൻ, ഏക ഭർത്താവുള്ളവൻ, അങ്ങനത്തെ നിലവാരത്തിൽ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നവൻ അവനായിരിക്കണം ശുശ്രൂഷകൻ എന്ന് തിമോത്തിയോസിനോട് പൗലോസ് പഠിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിലേക്കാകുമ്പോഴും ചാടി വീണ് ഒരു വ്യക്തിയെ കിട്ടി ചാടി വീണ് ക്യാച്ച് പിടിച്ചിട്ട് നേരെ പിടിച്ച് വെള്ളത്തിൽ മുക്കി പൊക്കി നിർത്തരുത്. പരീക്ഷിക്കണം. സഭയിൽ നിൽക്കുവോ, വിശുദ്ധിയോടെ നിൽക്കുവോ, ദൈവകൃപയിൽ നിൽക്കുവോ, വിട്ടേച്ചു പോ, എന്നിട്ടേ സ്നാനം കൊടുക്കാവുള്ളൂ. കർത്താവ് നമ്മളെ മൂക്കൊന്നും കണ്ടിച്ച് കളയത്തൊന്നുമില്ല. നമ്മൾ ആ രീതിക്കാ പോവേണ്ടേ. സ്തോത്രം. സ്നാനം ഏറ്റെന്ന് പറഞ്ഞ് നമ്മുടെ സഭയിൽ ആൾ കൊടുത്തൊന്നുമില്ല. പ്രൈസ് ടു ജീസസ്. എവിടെ ആത്മാവുണ്ട് അവിടെ ആൾ വർദ്ധിക്കും. അല്ല സ്നാനപ്പെട്ടോ, അവിടെ പോയല്ലേ സ്നാനപ്പെട്ട്, എന്നാൽ പിന്നെ അവിടെ നിന്നേക്കാന്ന് പറഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു. പ്രൈസ് ടു ജീസസ്. പരീക്ഷിക്കണം. ഞാൻ ഇതിനകത്ത് വരുന്ന എല്ലാവരെയും പിടിച്ച് ഞാൻ എല്ലാം ഏൽപ്പിക്കത്തൊന്നുമില്ലല്ലോ. കാരണം പണ്ടുള്ള ആൾക്കാരൊന്നും ഇന്ന് ഇതിനകത്തില്ല. പുതിയ ആൾക്കാരാണ് ഇതൊക്കെ. നിൽക്കുന്നവരെ മാത്രം, ആത്മാവ് പറഞ്ഞവർക്ക് മാത്രമേ ഞാൻ ഇതിനകത്ത് ശുശ്രൂഷ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ആളും കുറവ്. സ്തോത്രം. നിൽക്കുമെന്ന് തോന്നിയാൽ അത് നിഷ്കളങ്കമായിട്ടാണ്, നിർവ്യാജമായിട്ടാണ്, ദൈവസ്നേഹത്തോടെയാണെന്ന് തോന്നിയാൽ നമ്മൾ കർത്തവ്യങ്ങൾ ഏൽപ്പിക്കും. കർത്തവ്യങ്ങൾ ഏൽപ്പിക്കാൻ കൊള്ളാമെന്നവരുണ്ടെങ്കിൽ മാത്രമേ ഏൽപ്പിക്കത്തുള്ളൂ. നിൽക്കത്തില്ലെന്ന് തോന്നിയാൽ അന്നേരമേ കട്ട് ചെയ്യും. കാരണം ഞാൻ ഇതിനൊക്കെ കണക്ക് കൊടുക്കണമെന്ന് നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. ആൾ കൂടുമ്പോൾ നമ്മളങ്ങനെ അത് ഇതെന്ന് പറഞ്ഞ് അങ്ങനെ ഏൽപ്പിക്കത്തൊന്നുമില്ല. കാരണം വചനം പറയാത്തതുകൊണ്ട് ഏൽപ്പിക്കാത്ത, അല്ല എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പരീക്ഷിക്കണം. വേർപെട്ടൊരു വ്യക്തി വേണം. ദൈവത്തിന് എപ്പോഴും വേർപെട്ടൊരു വ്യക്തി വേണം. ആരിൽ നിന്നാ? ഞാൻ കുറേയൊക്കെ വേർപാട് കണ്ട് മടുത്ത വ്യക്തിയാണ്. എന്താ വേർപാടെന്നറിയാവോ? ഒരു ദിവസം ചർച്ചിൽ പോയില്ലെങ്കിൽ പിണങ്ങുന്നൊരു വേർപാട്. പിന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ പിണങ്ങുന്നൊരു വേർപാട്. ആത്മാവില്ലാത്ത വേർപാടെന്ന് പറയാം അതിനൊക്കെ. എന്നാൽ വേർപാട് എന്താന്ന് വചനം വ്യക്തമായി പറയുന്നത്, പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം. പാപത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം. ഇത് വളരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സന്ദേശം കേട്ടോ. എല്ലാം തികഞ്ഞവർക്കുള്ള സന്ദേശമേ അല്ല. വളരാൻ, ആത്മീയ ജീവിതത്തിൽ വളരാൻ, നിലനിൽക്കാൻ, കർത്താവിനോടൊരു ബന്ധം ഉണ്ടാവാൻ, കർത്താവുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ, ഒരു ഇൻറ്റിമസി ഉണ്ടാകാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ള മെസ്സേജാണ്. സ്തോത്രം. എന്താ വെളിപ്പാട് പുസ്തകം പറയുന്നത്? പാപങ്ങളിൽ കൂട്ടാളികളാകരുത്. പാപങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസംഖ്യം കാണാം പാപങ്ങളുടെ ലിസ്റ്റ് എന്നാന്നുള്ളത്. നമ്മളൊക്കെ ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും പാപമാണെന്ന് ഞാൻ തെളിയിക്കാൻ പറ്റും. പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ വചനം പറയുന്ന കേട്ടോ, ബാധകളിൽ, പ്ലേഗ് എന്നതിനെ പറയുന്നത്, പ്ലേഗ്
സ്തോത്രം. അവിടെ ബാധ മാത്രമല്ല കേട്ടോ, ബാധകളുണ്ട്. ബാധകൾ. മഗ്ദലനക്കാരത്തി മറിയയ്ക്ക് 7 ഭൂതങ്ങളെയാണ് കർത്താവ് പുറത്താക്കിയത്. 700 ഭൂതങ്ങൾ വരെ ശരീരത്തിലിരിക്കുന്ന മറിയമാർ കാലഘട്ടത്തിലുണ്ട്. ഒരാളുടെ ശരീരത്തിൽ 12,000 ബാധകളായിരുന്നു, 6,000 ഭൂതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ബാധകൾക്ക് വസിക്കാൻ പറ്റും. മനസ്സിലാക്കണം, ബാധകൾ ഒരു വ്യക്തിയിൽ വസിച്ചു കഴിഞ്ഞാൽ അവന് പൂർണ്ണമായ അളവിൽ ദൈവത്തോട് മാത്രമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം അവനെ ഈ ബാധ നടത്തും, അത് ആഗ്രഹിക്കുന്നിടത്തേക്ക് നടത്തും. നിങ്ങൾക്കൊരു വേർപാട് വേണോ? നിങ്ങൾ ആദ്യം ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ബാധകൾക്ക് നിങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ ഗേറ്റുകളും നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞടയ്ക്കണം. നമ്മൾ നിയമപരമായ ഒരുപാട് അവകാശങ്ങൾ ബാധകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം കണ്ണ് നമ്മുടെ ഒരു ഗേറ്റാണ്, അറിയാവോ? മൂക്ക് നമ്മുടെ ഒരു ഗേറ്റാണ്, വായ നമ്മുടെ ഒരു ഗേറ്റാണ്. നമ്മുടെ മീൻസ് ബാധകൾക്ക് കയറാനുള്ളൊരു ഗേറ്റാണ്. കാത്, വായ, കാത്. പിന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, ഇതൊക്കെ ഗേറ്റാണ്. സാത്താന് കയറാനുള്ള ഗേറ്റാണ്. ബാധകളിൽ കൂട്ടാളികളാകരുത്. എവിടെ കൂട്ടാളിയാകണം, എവിടെ കൂട്ടാളികളാകരുതെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ പാപങ്ങളെ വിട്ട് പോരണം എന്ന് പറയുന്നു. വേർപാട് ആദ്യം, എനിക്ക് ഒരുപാട് വ്യക്തികളെ എനിക്കറിയാം. അതായത് സിൻഫുൾ ലൈഫിനകത്തുനിന്ന് പുറത്തു വരാൻ 100% ആഗ്രഹമുണ്ടായിട്ടും അതിനകത്ത് കഴിയാതെ കിടന്ന് ദീർഘശ്വാസം വലിക്കുന്ന വല്ലാത്ത വ്യക്തികളെ എനിക്കറിയാം. അവർ കരഞ്ഞുകൊണ്ട് പറയാറുണ്ട്, പാസ്റ്റർ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്ത് വന്നാൽ മതി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല പാസ്റ്റർ. പക്ഷെ നമുക്കൊരു പരിമിതിയുണ്ട് അവരെ നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ. കാരണം ഒന്നാമത് ഓവർ ടു ഫോണാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഒരളവ് വരെയൊക്കെ ദൈവം വിടുതൽ കൊടുക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം, അവരുടെ ദാഹമൊക്കെ കണ്ടതിന് ശേഷം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു കെട്ടപ്പെട്ട അവസ്ഥയ്ക്കകത്താണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലൈവായിട്ട് കർത്താവ് നൽകും. അപ്പോൾ പാപങ്ങളിൽ നിന്നൊരു വ്യക്തി വിട്ടു പോരുന്നത് അവൻ്റെ വേർപാട് ജീവിതത്തിന് നല്ലതാണ്. സെക്കൻഡ് തിങ്, 2 Corinthians chapter 6 verse 14. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. നമ്മൾ ഇന്നൊരു വേർപാടിനെ കുറിച്ച് സംസാരിക്കുമ്പം പലരുടെ ജീവിതത്തിൽ നിന്ന് സാത്താൻ വേർപെട്ടു പോകും കേട്ടോ. 6-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുന്നു നോക്കിയേ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ. ഡു നോട്ട് യുണീക്വലി യോക്ഡ് വിത്ത് അൺബിലീവേഴ്സ്. ഫോർ വാട്ട് പാർട്ട്ണർഷിപ്പ് ഹാസ് റൈറ്റസ്നെസ് വിത്ത് ലോവ്നെസ്, ഓർ വാട്ട് ഫെലോഷിപ്പ് ഹാസ് ലൈറ്റ് വിത്ത് ഡാർക്ക്നെസ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. മനുഷ്യരോട് മിണ്ടരുതെന്നാണോ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യരോട് മിണ്ടരുതെന്നും അവിശ്വാസികളോട് സംസാരിക്കരുതെന്നുമാണോ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? മറ്റൊരു സമുദായത്തിലുള്ളൊരു വ്യക്തി സംസാരിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരു സമുദായത്തിൽ കണ്ടൊരു വ്യക്തി നമ്മളെ നോക്കി ചിരിച്ചാൽ, ഓ എൻ്റെ ദൈവകൃപ ഇപ്പോൾ ഒലിച്ചു പോകും, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകും എന്നും പറഞ്ഞ് ഉമ്മെന്നിരിക്കുന്നതാണോ വിശ്വാസി? ഞാൻ ഇതിനകത്തൂടെയൊക്കെ നടന്നു വന്നോണ്ട് കേട്ടോ ഇത്ര കടുപ്പത്തിൽ സംസാരിക്കുന്നത്. നമുക്കിതൊക്കെ വിശ്വാസിയാണോ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ ആണോ പരിശുദ്ധാത്മ നിറവെന്ന് തോന്നിയിട്ടുണ്ട് ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ. നമുക്കൊരു മാതൃകയായി തോന്നിയിട്ടില്ല അതൊന്നും. സ്തോത്രം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കർത്താവ് എനിക്കൊരു കൂട്ടത്തെ തന്നപ്പോൾ ഞാൻ അവരെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊരു സമുദായത്തിലൊരു വ്യക്തിയെ കണ്ടാൽ ചിരിക്കാൻ പാടില്ലേ? മറ്റൊരു സമുദായത്തിലുള്ള വ്യക്തിയെ കണ്ടാൽ നമ്മൾ അവരുമായിട്ട് ഒരു ചങ്ങാത്തവും പാടില്ലേ? മക്കളെ, നമ്മളിലുള്ള ദൈവകൃപ കണ്ട് അവർ ജീവനുള്ള ദൈവത്തെ അറിയും.
കർത്താവ് മറ്റ് സമുദായത്തെ കണ്ടപ്പോൾ ഓടിയോ? ഒയ്യോ, ഞാനിപ്പോൾ ഒലിവുമലയെന്ന് പ്രാപിച്ചതെല്ലാം ഒലിച്ചു പോകുമെന്ന് പറഞ്ഞ് കർത്താവ് ഓടിയോ? സ്തോത്രം. അങ്ങനെ പേടിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ ആത്മീയ കോളത്തിനകത്ത്. മറ്റൊരു വ്യക്തിയോട് സംസാരിച്ചാൽ അപ്പ കൃപ ചോരും. ചോർന്നു പോകുന്ന സഞ്ചിക്കകത്താണോ അപ്പോൾ ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്? പ്രൈസ് ടു ജീസസ്. വചനം പറയുന്നു നോക്കിയേ, നിങ്ങൾ അവിശ്വാസികളോട്, വിശ്വാസമില്ലാത്തവരോട് ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ വഴക്കിന് പോകരുത്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് അവരോട് പറഞ്ഞ് വഴക്കിന് പോകണ്ട. നമ്മുടെ ദൈവം സത്യം, നിങ്ങളുടെ ദൈവം കള്ള ഭൂതമാ. നമ്മളെന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? അങ്ങനെയൊന്നും പറയാനല്ല കർത്താവ് നമ്മളെ പഠിപ്പിച്ചേ. നമ്മുടെ ക്യാരക്ടറിനകത്ത് ക്രൈസ്റ്റ് വെളിപ്പെടുമെന്ന് എനിക്കറിയാമല്ലോ. നമ്മുടെ ക്യാരക്ടറിനകത്ത് ക്രൈസ്റ്റ് വെളിപ്പെടും. നമ്മുടെ സംസാരത്തിനകത്ത് ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറയാനാണ് വിളിച്ചത്. പക്ഷേ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് എല്ലാം അങ്ങ് ഞാൻ ഓപ്പണായിട്ട് സംസാരിച്ചു. നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു സമാധാനം തോന്നുന്നു. അത് അവർക്ക് വേറെ ആരോടും വെട്ടി തുറന്ന് പറയാനില്ലാഞ്ഞിട്ടൊന്നും അല്ല. അവർ സംസാരിച്ചപ്പോൾ അവരെ സ്വാധീനിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം നമ്മളിൽ നിന്ന് ഒഴുകുന്നത് കൊണ്ടാണ്. അല്ല നമ്മൾ സിസ്റ്റമാറ്റിക്കലി അവരോട് സംസാരിച്ച് അവരെ വശീകരിച്ച് അതൊന്നും അല്ല. നമ്മളിൽ നിന്നും ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താ പറയുന്നത്? തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ നിന്ന് ജീവജലത്തിൻ്റെ നീരുറവകൾ ഒഴുകുമെന്നാണ് പറയുന്നത്. നമ്മൾ കൊണ്ട് നടക്കുന്നത് ഒഴുകുന്നതാ, ചോർന്നു പോകുന്നതല്ല. പ്രൈസ് ടു ജീസസ്. ഏറ്റവും കൂടുതൽ ഭീരുത്വം ദൈവമക്കൾക്കിടയിലാണ്. ഭയമാണ്, ഭയങ്കര ഭയമാണ്. അവരോട് സംസാരിച്ച കൃപ പോവും, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഭൂതം പിടിക്കും, അവരുടെ ബാധ നമ്മളെ വാഞ്ഞടിക്കും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട്. ദൈവിക സുരക്ഷിതത്വം നമുക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വിശ്വാസികളാണ് നമ്മൾ. ദൈവിക സുരക്ഷിതത്വം എനിക്കില്ല എന്ന് ഞാനാ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സുരക്ഷിതത്വം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഇതിനെ വയക്കത്തില്ല. അതിനാ പറയാ, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക. നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യട്ടെ. സമ്മതം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേക്കുക. അവർ നമ്മുടെ കൂടെയല്ല, അവർ നമ്മുടെ സഭയിലല്ല, അവർ നമ്മുടെ ദൈവത്തെ വിധിക്കാൻ നമ്മൾ ഇട്ടുകൊടുക്കുകയും വേണ്ട, ഒന്നും വേണ്ട. സുവിശേഷത്തിനുള്ള വാതിൽ തുറന്ന് തന്നെ കിടപ്പുണ്ട്. അതിനുള്ള വ്യക്തികളെ കർത്താവ് മുമ്പിൽ കൊണ്ടുവരും. അന്നേരം നമ്മൾ പറയണം. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ വെട്ടാൻ പോകുന്ന പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതുപോലെ ചിലരെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്തി കാത് കടിച്ചു പറിച്ചാലും അവർക്ക് സുവിശേഷം വേണ്ട. അങ്ങനെയുള്ളവരെ അങ്ങ് വിട്ടേക്കുക. പ്രൈസ് ടു ജീസസ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും. കണ്ടോ, നമ്മളെ കർത്താവ് ഫില്ല് ചെയ്തേക്കുന്ന മുഴുവൻ നീതിയുടെ ആത്മാവ് കൊണ്ടാണ്, നീതിയുടെ വചനങ്ങൾ കൊണ്ടാണ്, നീതിയുടെ ആയുധങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഈ ചെന്ന് പടവെട്ടാൻ പോകുന്ന മുഴുവൻ അധർമ്മത്തിനോടാണ്. നമ്മൾ ഈ ചെന്ന് ഉപദേശിക്കുന്ന മുഴുവൻ അധർമ്മത്തിനോടാ. അല്ല, അതല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് അതല്ല. ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷനിൽ ജീവിക്കുന്ന പുതുനിയമ വിശ്വാസികളോട്, ദൈവകൃപയുടെ മഹത്വത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, വെളിച്ചത്തിനും ഇരുട്ടിനും തമ്മിൽ എന്ത് സഖ്യത. എന്നിലുള്ള വെളിച്ചം, ഞാൻ വെളിച്ചവും കൊണ്ട് എവിടെയെങ്കിലും കയറി ചെല്ലുമ്പം ഇരുട്ടേ പോ ഇരുട്ടേ പോ ഇരുട്ടേ പോ എന്ന് പറഞ്ഞുകൊണ്ട് പോകാറുണ്ടോ? ഞാൻ വെളിച്ചവും കൊണ്ട് ഇരുട്ടുള്ളിടത്തോട്ട് പോകത്തേ ഉള്ളൂ. ഞാൻ എങ്ങനെ ചെയ്യാറുള്ളൂ? വെളിച്ചവും കൊണ്ട് ഇരുട്ടുള്ളിടത്തേക്ക് പോകത്തേ ഉള്ളൂ. നമ്മൾ പോ പറഞ്ഞിട്ട് വേണ്ട പോകാൻ. നമ്മിലുള്ള പ്രകാശം, അധർമ്മത്തിൻ്റെ ആത്മാവിരിക്കുന്നവൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും നമ്മളുമായി ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ അവനിലുള്ള ഇരുട്ടിനെ തള്ളിപ്പുറത്തേക്ക് കളയും. അങ്ങനൊരു അധികാരമുണ്ട്. ആ അധികാരമാണ് കർത്താവ് ഗദരദേശത്തേക്ക് ചെന്നപ്പോൾ വെളിപ്പെട്ടത്. പോ കർത്താവ് പറഞ്ഞില്ല, കർത്താവിനെ കണ്ടത് എഴഞ്ഞു എന്നാണ് പറയുന്നത്. കർത്താവിനെ കണ്ടത് എഴഞ്ഞു. സുഹൃത്തെ, നിന്റെ നേരെ നിൽക്കുന്ന പലതും ഇന്നു മുതൽ നിന്റെ മുമ്പിൽ കീഴ്പ്പെടാൻ പോവുക. നിനക്ക് വിരോധമായി നിൽക്കുന്ന പലതും, നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന പലതും ഇന്നു മുതൽ നിങ്ങൾക്ക് കീഴ്പ്പെടാൻ പോവുക. അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്, വേർപെട്ടുക. അവിശ്വാസികളുമായി നിങ്ങൾ കൂട്ടുകൂടണ്ട. കാരണം ദൈവവിശ്വാസികളെ അല്ലാത്ത ചില ആൾക്കാരുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ വാളെടുക്കുന്നവരുണ്ട്. വെറുക്കണ്ട, മാറിയേക്കുക. അല്ലാത്തവരോട് പിണങ്ങുകയും അരുത്. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം
ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 4, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു, ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ആദ്യം ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇരുട്ടിൽ നിന്നും വേർപെട്ടൊരു ജീവിതമാണ്. ഇരുട്ടിൽ നിന്നും വേർപെട്ടൊരു ജീവിതം. നിങ്ങളുടെ വായി കൊണ്ടെന്ന് പറഞ്ഞേ, ഇരുട്ടിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം. ഇരുട്ടിൽ നിന്നും വേർപെട്ട ഒരു ജീവിതം, അത് നമുക്ക് വേണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നറിയാമോ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും മൂന്നാമത്തെ വാക്യം, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന്. 3-ാമത്തെ വാക്യം കേട്ടോ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യമാണ് കേട്ടോ വായിക്കുന്നത്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന, ഇരുട്ടിൽ നിന്ന് വേർപിടിവിച്ചിരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ദൗത്യമാണിത്. എന്താണെന്നറിയാമോ? എന്നേക്കും ആ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴും എന്നെ അന്ധകാര ശക്തികൾ പിന്തുടരുന്നു, ഞങ്ങളെ മൂടാൻ. ദൈവമക്കളെ ശ്രമിക്കും. സാത്താന്യ ശക്തികൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ കരുതരുത്. അവർക്ക് അല്പസമയമേ ഉള്ളൂ എന്ന് കണ്ട് അവർ വീണ്ടും വീണ്ടും ശാസിച്ചെറിഞ്ഞെടുത്തേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടില്ലേ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത സ്ഥലത്ത് അന്വേഷിച്ച് നടന്നു. എന്നിട്ട് അവിടെയൊന്നും വെള്ളം കിട്ടാത്തതുകൊണ്ട് പറയുക, ഞാൻ എവിടുന്ന് വന്നോ ഞാൻ അവിടേക്ക് മടങ്ങിപ്പോകും. ഇത് അവൻ്റെ രീതിയാണ്. പക്ഷെ വരുമ്പോൾ നിങ്ങളുടെ കോട്ട കെട്ടി കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു അവയർനെസ് ഇല്ലെങ്കിൽ അവനകത്ത് കയറും. അവൻ ഒരാളായിട്ടായിരിക്കും ഇറങ്ങിപ്പോയെ, പക്ഷെ അവൻ മടങ്ങി വരുമ്പോൾ 7 എണ്ണത്തെയും കൊണ്ടുവരും. പക്ഷെ ആ 7 എണ്ണത്തെ തകർക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നമ്മൾ വീണ്ടും കീഴ്പ്പെടേണ്ടതായിട്ട് വരും. വചനം പറയുകയാണ്, ഈ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. വിടുതൽ നമുക്ക് കർത്താവ് തന്നു എന്ന് ഇതിനപ്പുറം ഒരു വചനം തരാനില്ല. നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പോൾ നമ്മുടെ വിടുതൽ ആഗ്രഹിക്കുന്നത്, ഏറ്റവും വലുതായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവമാണ്. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇതിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് ദുഷ്ടലോകത്തിനകത്ത് നിഷ്കളങ്ക പ്രാവുകളായിട്ടാണ്. ഹല്ലേലൂയ. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവന്. അപ്പോൾ പാപമാണ് ഒരു വ്യക്തിയെ പലതിനും അടിമയാക്കുന്നത്, അല്ലെങ്കിൽ അർഹനാക്കുന്നത്. പാപം ഒരു വ്യക്തിയെ സാത്താൻ അർഹനാക്കി നിർത്തും. പാപം ഒരു വ്യക്തിയെ സാത്താൻ്റെ അവകാശങ്ങൾക്കകത്ത് കൊണ്ടു നിർത്തും. പാപം ഒരു വ്യക്തിയെ സാത്താനിയ ബാധയ്ക്ക് അർഹനാക്കി നിർത്തും. പാപം ഒരു വ്യക്തിയെ തകർച്ചയ്ക്ക് അർഹനാക്കി നിർത്തും. പക്ഷെ എന്നെ ദൈവത്തിൻ്റെ അർഹനാക്കി നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. വേർപെടുക, നമ്പർ 1 പാപത്തിൽ നിന്ന് വേർപെടുക. നമ്പർ 2 ഇരുട്ടിൻ്റെ പ്രവർത്തികളിൽ നിന്ന്, കംപ്ലീറ്റ് ആയിട്ട് ആ ഡാർക്ക്നെസ്സിൽ നിന്ന്. 3 വേർപെടുക. എന്തിൽ നിന്ന്? ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്ന്, ഇണയില്ല പിണ കൂടുന്ന അനുഭവത്തിൽ നിന്ന് വേർപെടുക. 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 4-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഇതോടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 1 കൊരിന്ത്യർ 5:11 എടുത്തേ ദൈവം. 1 കൊരിന്ത്യർ 5:11.
1 കൊരിന്ത്യർ 5:11. ഞാൻ അതിന് 9 മുതൽ വായിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് കംപ്ലീറ്റ്ലി എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ഒരു പാക്കറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും. ഇതിനപ്പുറം ഒരു വചനമുണ്ടോ? ഈ ലോകത്തിലെ വിഗ്രഹാരാധികളെ വിട്ടു പോകാനല്ല പറയുന്നേ. നിങ്ങൾ നോക്കണം നമ്മുടെ ദൈവത്തിൻ്റെ വചനം എത്ര പ്യോറാണെന്ന്. ഇതൊരു മത തീവ്രവാദ പ്രസംഗമാണോ അതോ മത തീവ്രവാദ ഗ്രന്ഥമാണോ അതോ എല്ലാവരുമായിട്ട് സാഹോദര്യത്തിലും സമത്വത്തിലും പോകണമെന്നാണോ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഈ പുസ്തകം ഇഷ്ടപ്പെടാനുള്ള കാരണം അതാ. എല്ലാവരോടും സമാധാനം ആചരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. അങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സഹോദര, കൂനി വന്നപ്പോഴും കുരുടം വന്നപ്പോഴും ബദിരം വന്നപ്പോഴും മുടന്തം വന്നപ്പോഴും ഏത് ചർച്ചിലാണ് പോകുന്നത്? മെമ്പർഷിപ്പ് ഉണ്ടോ? സ്നാനപ്പെട്ടതാണോ? ഇതൊന്നും എൻ്റെ കർത്താവ് ചോദിച്ചില്ല. അവിടുന്ന് സൗജന്യമായി അതവർക്ക് നൽകിക്കൊടുത്തു. സൗജന്യമായി നൽകിക്കൊടുത്തു. സഹോദരൻ, നിങ്ങൾ ഏത് സഭക്കാരാണെന്നൊന്നും എൻ്റെ കർത്താവ് ചോദിക്കത്തില്ല കേട്ടോ. ഇവിടെ ഇന്ന സഭയ്ക്കുള്ള ഓൺലൈൻ മിനിസ്ട്രിയാണ് ഇതെന്നൊന്നും നമ്മൾ പേര് വിട്ടിട്ടില്ല. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ഇവിടുത്തെ ചോദ്യം. എന്നാൽ ഈ വചനം നിങ്ങൾക്കുള്ളതാണ്, ഈ വിടുതൽ നിങ്ങൾക്കുള്ളതാണ്. ബൈബിളിൽ നമ്മൾ എങ്ങനെ വർഷിപ്പ് ചെയ്യണമെന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുക, നമ്മൾ അതിനെ ഗ്രഹിക്കുക, നമ്മൾ അതിനനുസരിച്ച് ചോട് വയ്ക്കുക. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്നു പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. ചുരുക്കി പറഞ്ഞ ദൈവത്തെ അറിഞ്ഞ് ദൈവകൃപ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവൻ കർത്താവിൽ നമ്മുടെ സഹോദരനായി തീർന്നതിന് ശേഷം അവൻ പിന്നെയും വേണ്ടാധീനത്തിന് പോയി. നമ്മൾ അവനെ ഉപദേശിച്ചു, വീണ്ടും അവൻ്റെ മാനസാന്തരം വന്നു, പിന്നെയും അവൻ രഹസ്യമായി ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എങ്കിൽ പൗലോസ് പറയുന്നു അവനുമായി സംസർഗമരുത്. അവനെ യൂദായെ പിടിച്ച സാധനം പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും തെറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിലായതിന് ശേഷവും. എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നുണ്ട്, പലപ്പോഴും പെയ്ത മഴ മണ്ണ് കുടിച്ചിട്ട് പിന്നെയും അതിന് ഫലം തരാൻ കഴിവില്ലാത്ത രീതിയിലായാലുള്ള അവസ്ഥ. പലപ്പോഴും പെയ്ത മഴ, പലപ്പോഴും പെയ്ത വചനങ്ങൾ, പലപ്പോഴും പെയ്ത പരിശുദ്ധാത്മ സാന്നിധ്യം, പലപ്പോഴും പെയ്ത ദൈവശക്തി, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയും പിന്നെയും തന്നെയും മാറിയും തിരിഞ്ഞും ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും ഹിതമല്ലാത്തതുമാകുന്ന ബന്ധങ്ങൾക്കകത്തും ആക്ടിവിറ്റീസിനകത്തും മാൽപ്രാക്ടീസിനകത്തും ജീവിത രീതിക്കകത്തും സ്വഭാവത്തിനകത്തും കൂട്ടുകെട്ടിനകത്തും ഒക്കെ പെട്ടുപോയാൽ മഹാശാപമാണ്, മഹാപാപമാണ്. അവനോട് സംസർഗമരുത് എന്ന് തന്നെ ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവനോടുകൂടെ ഭക്ഷണം കഴിക്ക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നമ്മൾ പുറത്തുള്ളവരെ വിധിക്കാൻ ഭയങ്കര അഗ്രഗണ്യന്മാരാ. പക്ഷേ നമുക്കകത്ത് തന്നെ കാര്യങ്ങൾ നോക്കാൻ ഒത്തിരി ഉണ്ട്. പൗലോസ് പറയുക, സഭയ്ക്കകത്തുള്ളവരെ കുറിച്ചായി പറയുന്നേ. പുറത്തുള്ളവരെ നമ്മൾ എന്തിനാ പറയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നേ. നമ്മുടെ വീട്ടിലുണ്ടല്ലോ, നമ്മുടെ സഭയിലുണ്ടല്ലോ, അങ്ങനെയുള്ളവൻ ഇങ്ങനെ ആയാൽ അവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്ന് വചനം പറയുന്നു. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്ക് എന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്?
പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവൻ. നമ്മുടെ രാജ്യത്വം നഷ്ടപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ. നമ്മുടെ രാജ്യം നഷ്ടപ്പെടും, നമ്മുടെ നിത്യത നഷ്ടപ്പെടും, നമുക്കുള്ള ദൈവകൃപ നഷ്ടപ്പെടും, നമുക്കുള്ള പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടും. എത്ര പേർക്ക് ഈ വചനം വേണ്ടാന്ന് നിങ്ങൾക്കറിയാവോ? പ്രവചന ശബ്ദമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾ കൂടിയാനെ, പ്രൊഫറ്റിക്ക് നിന്നിട്ടെങ്കിൽ ആൾ കൂടിയാനെ, തീ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആൾ കൂടിയാനെ. പക്ഷെ ഇങ്ങനെയുള്ള സന്ദേശം ആർക്കും വേണ്ട. പക്ഷെ ഇങ്ങനെയുള്ളതാണ് നമ്മളെ ക്രിസ്തുവിൽ പണിതെടുക്കുന്നത്. അങ്ങനെ നമ്മൾ അടിസ്ഥാനം ഇടാതെ കൊണ്ട് നമ്മൾ തീ ഇറക്കിയിട്ട് എന്താ കാര്യം? എൻ്റെ സഭ, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ സഭ, ഈ വിർച്വൽ മീറ്റിംഗ്, ഈ ഓൺലൈൻ ചർച്ച്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കുടുംബം അടിസ്ഥാനമുള്ളവരായിരിക്കണം, ദൈവകൃപയിൽ അടിസ്ഥാനമുള്ളവരായിരിക്കണം, ദൈവ സ്നേഹത്തിൽ അടിസ്ഥാനം ഇട്ടവരും ക്രിസ്തുവിൽ വേരൂന്നിയവരുമായിരിക്കണം. അവർ മാറ്റി നിർത്തപ്പെടാൻ ഇടയാകരുത്. കർത്താവിൻ്റെ വരവിങ്കൽ മാറ്റി നിർത്തപ്പെടാൻ ഇടയാകരുത്. അതെനിക്ക് വളരെ എൻ്റെ പ്രാർത്ഥനയിലുള്ളൊരു കാര്യവും എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമാണ്. എന്നോട് ദൈവം പറഞ്ഞ കാര്യമാണ്. മുറിവേറ്റവരുണ്ട്, തഴയപ്പെട്ടവരുണ്ട്, തകർത്ത് കളഞ്ഞവരുണ്ട്, ആശ്രയമില്ലാത്തവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കർത്താവ് തരുന്ന ആലോചനകൾ ഞാൻ ഇതുപോലെ കൊടുക്കുകയും ചെയ്യും. ഇത് ചെല്ലേണ്ടടുത്ത് ഈ വചനം ചെല്ലും, ക്രിയ ചെയ്യും. എനിക്ക് ഒത്തിരി കൂടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. ഞാനിവിടെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ നിലവാരത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും, ഈ നിലവാരത്തിൽ നമുക്കായിത്തീരാൻ കഴിയും. നിങ്ങളുടെ കണ്ണുകളൊന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കുക. ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ച് ആ നിലയിൽ ജീവിക്കാൻ. ഷെൽ ബ്രഹാസ് ബ്രഹൻഡാല, നിങ്ങളുടെ വായ് തുറന്ന് നിങ്ങളൊന്ന് ദൈവത്തോട് സംസാരിച്ച്, കർത്താവ് എന്നെ ഒന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന തട്ടിലേക്ക് എന്നെ ഒന്ന് മാറ്റി നിർത്തണം. നമുക്കൊരു മാറ്റം ഏതെങ്കിലും മേഖലകളിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇന്നത് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോവാം. നോക്കിയേ, ചില ബാധകൾ നിന്നെ വിട്ട് പോകുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ എന്തെങ്കിലും ലീഗൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ എന്തെങ്കിലും ലീഗൽ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. എങ്കിൽ നിങ്ങൾ പറയണം, കർത്താവേ, ഞാൻ സാത്താന് കൊടുത്ത എല്ലാ അവകാശത്തെയും ഞാൻ ഛേദിച്ച് കളയുന്നു. പ്രാർത്ഥിച്ച ദൈവമക്കളെ, ഒന്ന് ഹൃദയം ഏകാഗ്രമാക്കി കർത്താവിനോട് നിങ്ങൾ സംസാരിച്ച്, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടന്റെ കണ്ണുകളിലേക്ക് ഇന്നൊരു തീ വീഴേണ്ടതിന് നീ നിന്നെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പ്രാർത്ഥിച്ചേ. മേലാൽ സാത്താന് നിങ്ങളെ നോക്കാൻ കഴിയാത്തതുപോലെ ദൈവം നിങ്ങളെ തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കാൻ പോകുക. ഏതിൻ്റെയൊക്കെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചിലരുടെ മേലേക്ക് കർത്താവിൻ്റെ രക്ഷാകരം നീളാൻ പോവാം. അന്യഭാഷകളിൽ എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എന്നെ ഒന്ന് തൊടണമേ എന്നൊന്ന് ആവശ്യപ്പെട്ടെ, എൻ്റെ മക്കളെ ഒന്ന് തൊടണമേ എന്ന് ആവശ്യപ്പെട്ടെ. ദൈവമക്കളെ, ഈ ബാധ ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ തലമുറകളെ ആണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവരെ വിടുവിക്കാൻ കഴിയും. ഈ ബാധ ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിനെയാണെങ്കിൽ ഈ പ്രാർത്ഥന അദ്ദേഹത്തെ വിടുവിക്കാൻ കഴിയും. ഈ ബാധ ബാധിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, ഇന്ന് കേട്ട വചനത്തിൽ സമർപ്പിച്ചുള്ള ഈ പ്രാർത്ഥനയ്ക്ക് അവരെ വിടുവിക്കാൻ കഴിയും. സുഹൃത്തെ, പ്രാർത്ഥിക്കുക. ഇപ്പോൾ കർത്താവെ, വിടുതൽ ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. എനിക്ക് കർത്താവ് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തരുന്നു. ബാധകൾ നിന്നെ രോഗത്തിനകത്ത് തളച്ചിട്ടിരിക്കുന്ന ബാധകളുടെ മേൽ ഈ വചനം തീ പോലെ കത്താൻ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗബാധകൾ ശരീരങ്ങൾ വിട്ടഴിഞ്ഞു തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസ്ഥീവരുടെ മേൽ കത്തട്ടെ ഇപ്പോൾ തന്നെ പിതാവേ. രോഗത്തിന്റെ
ചങ്ങലകൾക്കകത്ത് അടച്ചു വച്ചിരിക്കുന്ന ഈ വ്യക്തിയുടെ മേൽ യേശുവിന്റെ കരം ഇപ്പോൾ പതിയട്ടെ. ലേഥുനിയ റബാശം ദലബ ലെഥോർനോഗോസ്ത ഹൽബ റഗേസ്തേൻ ബറഹാസ്തു ലിബാശൈഡൽ ബവർ ഹോ ദഹനബസിയ. In the mighty name of Jesus. Oh Jesus. റാൽഖമഗയ റബ. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഡാഡി. ഇവരെ അനുഗ്രഹിച്ചാട്ടെ, ഇവരെ തൊടണം. ഇവരുടെ ഭവനത്തിനകത്ത് ദൈവിക സമാധാനം ഇറങ്ങട്ടെ. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഉള്ളങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഈ കൂട്ടായ്മ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടെ അയച്ചു കൊടുത്താട്ടെ. ഈ ലിങ്ക് ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് അവരെ കൂടെ കൂട്ടി വരുത്തിയാട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. ഈ കൂട്ടായ്മയെ ഓർത്ത് നിശ്ചയമായിട്ടും പ്രിയപ്പെട്ട കുടുംബം പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം. നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടതിന് അധികം ദൈവകൃപയിലും ശക്തിയിലും ദൈവം നിറയ്ക്കേണ്ടതിന് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. കർത്താവ് നിങ്ങളെ അതിനാൽ അനുഗ്രഹിക്കും. നിങ്ങൾ ഒരു വ്യക്തിയെങ്കിലും ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടി വരുത്തുന്നതോടുകൂടെ നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തകരായി മാറുകയാണ്. ഗാഡ് ബ്ലസ് യു. നമുക്ക് എല്ലാ ദിവസവും ദൈവം അങ്ങനെ ഒരു അവസരം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ജേക്കബ് അങ്കിൾ നമുക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം, ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ തന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ വചനങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിലപ്പെട്ട അവസരമാണ്. മറ്റൊന്നുമല്ല, ഈ ലോകത്തിന്റെ ചിന്തകളും ഭാരങ്ങളാലും മനസ്സ് തകർന്നിരിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിന്റെ മുൻപാകെ ഇരിക്കുന്നത് 24 മണിക്കൂർ 23 മണിക്കൂർ ഈ ലോകത്തിന്റെ ചിന്തകളിൽ മുഴകിയിരിക്കുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. വചനം ദിനംതോറും ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പകൽ രാത്രി കാലം ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ക്രിസ്തുവിൽ ഞങ്ങൾ വേരൂന്നി വളരുവാൻ ദൈവമേ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിശ്വാസികളോട് ഇണയില്ലാത്ത കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച! അല്ലെങ്കിൽ വെളിച്ചത്തിനും ഇരുളിനും ഒരു പൊരുത്തവും ഇല്ലല്ല കർത്താവേ. അധർമ്മങ്ങളെ അതീതികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ട് അതിന് ഇടം കൊടുക്കാതെ വണ്ണം ഞങ്ങളുടെ വായ, കണ്ണ്, ചെവി, മൂക്ക് എല്ലാം കർത്താവെ ഒരിക്കലും പിശാചിനിടം കൊടുക്കുന്ന അവയവമായി തീരാതെ വണ്ണം ഞങ്ങളുടെ മനസ്സ് കർത്താവെ ഞങ്ങൾ അടയ്ക്കപ്പെട്ട ഒരു തോട്ടം പോലെ സൂക്ഷിക്കപ്പെടുവാൻ ദൈവമിടയാക്കണം. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവമിടയാക്കുമാറാകണമേ. ദൈവദാസനിൽ കൂടെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാം ഒരിക്കൽ കൂടെ പരമേൽപ്പിക്കുന്നു. ദാസനെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇനിയും അനേകർ ഈ ഡിവൈസിൽ വന്ന് ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഓരോന്ന് സംസാരിക്കുന്നത് കർത്താവേ, അത് ജീവനും ചൈതന്യമുള്ള വചനമായിരിക്കാതെ ഇനിയും ഇതാരെല്ലാം കേൾക്കുന്നുവോ അവരുടെയും ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ ദൈവമിടയാകണമേ. 2 ഡിവൈസുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയ്ക്കാവിലും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.